Hi, good morning all. നമ്മുടെ നീറ്റ് മൊഡ്യൂൾ എക്സാമിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കെമിസ്ട്രിയുടെ. ഓക്കെ, സോ കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ്, ഈ 3 ചാപ്റ്ററിൽ നമ്മുടെ മൊഡ്യൂൾ 2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ അവിടെ ഇവിടെയും കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഡൗട്ടുകൾ ക്ലിയറൻസും കൂടിയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയാം, ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ ഡൗട്ട് ആയിരിക്കണം എന്നൊന്നുമില്ലല്ലോ. സോ മോസ്റ്റ് ഓഫ് ദ കേസിലും എന്താണ്, ഒരു കുറേ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മേജർ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പറയുകയും ചെയ്യാം. കേട്ടോ, റെഡിയല്ലേ? മൊഡ്യൂൾ 2 കെമിസ്ട്രി ഡിസ്കഷനാണ്. ഓക്കെ, question number 1. Question number 1. How many of the following substance gives a positive charged salt? Gold, a metal sulfide, ferric hydroxide and silver chloride. ഈ ഒരു കേസിൽ നമ്മൾ മെറ്റൽസിൻ്റെ ചാർജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഗിവ് എ പോസിറ്റീവ് ചാർജ് സോൾ എന്നാണ് ചോദിച്ചത്. അല്ല, നമുക്കറിയാം ഗോൾഡ്, നമ്മുടെ NCERT ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സോള് നോർമലി മെറ്റൽ സോൾസ് എല്ലാം എന്താ ഫോം ചെയ്യുക, നെഗറ്റീവ് സോളാണ് മെറ്റൽ സോൾ ഫോം ചെയ്യുക. ദെൻ മെറ്റൽ സൾഫൈഡോ, അതും നെഗറ്റീവാണ് അല്ലേ. ഓക്കെ, ഇതിൽ ഗോൾഡ് ബിലോങ്സ് ടു മെറ്റൽ സോളാണ്, ഇറ്റ് ഈസ് നെഗറ്റീവ് സോള്. ദെൻ മെറ്റൽ സൾഫൈഡ് നോർമൽ നെഗറ്റീവ് സോളാണ്. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കേസിൽ നമ്മുടെ NCERTയിൽ ആൾക്ക് നെഗറ്റീവ് സോൾ ആവാം, അതുപോലെ തന്നെ എന്താവാം, പോസിറ്റീവ് സോളായിട്ട് രണ്ടായിട്ടും NCERT പറയുന്നുണ്ട് അവിടെ ഫെറിക് ഹൈഡ്രോക്സൈഡ് അല്ലേ. മെറ്റൽ ഹൈഡ്രോക്സൈഡ് ടേബിളേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഫോം പോസിറ്റീവ് സോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് പോസിറ്റീവ് സോൾ എന്ന് NCERT കൊടുത്തിട്ടുണ്ട്. പിന്നെ സിൽവർ ക്ലോറൈഡ് ആണെങ്കിലോ, അത് സിൽവർ അയോഡൈഡ് NCERTയിലുണ്ട്. അത് പോസിറ്റീവിന് എക്സാമ്പിളായിട്ടും നെഗറ്റീവിന് എക്സാമ്പിളായിട്ടും എന്ത് കൊടുത്തിട്ടുണ്ട്, സിൽവർ ക്ലോറൈഡ് കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാം. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ടല്ലോ സിൽവർ ക്ലോറൈഡിൻ്റെ കേസിൽ. ഇപ്പോൾ AgI നമ്മൾ പറയാറില്ല, NCERT എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, AgI can adsorb Ag plus if silver nitrate is excess or can adsorb I minus if I minus is excess. സിമിലർലി ക്ലോറൈഡും എന്ത് ചെയ്യാം, 2 ടൈപ്പും പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കേസിൽ പോസിറ്റീവ് എന്ന് സ്പെഷ്യലി NCERT ടേബിളായിട്ട് ഇത് കൊടുത്തിരിക്കുന്ന ഡാറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഫെറിക് ക്ലോറൈഡിലേക്ക് നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട് NCERTയിൽ അല്ലേ. ഫെറിക് ക്ലോറൈഡിലേക്ക് NaOH ആഡ് ചെയ്യാം. ലിറ്റിൽ എക്സസ് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് വിച്ച് ക്യാൻ അഡ്സോർബ് OH മൈനസ് അയോൺസ്. ഇറ്റ് ക്യാൻ അഡ്സോർബ് OH മൈനസ് അയോൺസ്. അതുപോലെ ഫെറിക് ക്ലോറൈഡ് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യണമെങ്കിലോ അവിടെ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. പിന്നെ അൺഹൈഡ്രോളൈസ്ഡ് Fe3+. ഈ പ്രോഗ്രാം ഫെറിക് ക്ലോറൈഡ് പ്ലസ് വാട്ടർ എന്താണ് പ്രോഗ്രാം, ഇറ്റ് ഈസ് ഹൈഡ്രോളൈസിസ് ആണ്. സോ ഫെറിക് ക്ലോറൈഡിൻ്റെ ഹൈഡ്രോളൈസിസ് വഴി എന്ത് ചെയ്യും, ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അൺഹൈഡ്രോളൈസ്ഡ് Fe3+ അല്ലേ, അൺഹൈഡ്രോളൈസ്ഡ് Fe3+, അതിനെ ഇയാൾക്ക് അഡ്സോർബ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. ഓക്കെ, NCERT ടേബിൾ കൊടുത്ത ഡാറ്റ എന്താണ്, ഇറ്റ് ഈസ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് പോസിറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ട് തൊട്ടടുത്ത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ്റെ എക്സാമ്പിളായിട്ട് എന്ത് കാണാം, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ്റെ എക്സാമ്പിളായിട്ട് പോസിറ്റീവ് നെഗറ്റീവും കാണാം. അപ്പോൾ നമുക്കവിടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓപ്ഷൻ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്തേ ഉള്ളൂ, ഗിവ്സ് എ പോസിറ്റീവ് ചാർജ്ഡ് സോൾ എന്നേ ചോദിച്ചിട്ടുള്ളൂ. സോ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കേസിലും അതുപോലെ തന്നെ സിൽവർ ക്ലോറൈഡിൻ്റെ കേസിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, പോസിറ്റീവ് സോൾ എക്സ്പെക്ട് ചെയ്യാം. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ, മെറ്റൽ ആൻഡ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ, ഇറ്റ് ഈസ് മെറ്റൽ ആൻഡ് മെറ്റൽ സൾഫൈഡ് ഇസ് നെഗറ്റീവ് സോൾ ആണ്. ഓക്കെ, now question number 2. Match the columns
കോളം 1 ആൻഡ് കോളം 2 സിമ്പിൾ മാച്ച് ചെയ്യിക്കാനാണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ആർസേനിയസ് സൾഫൈഡ് സോള്, ദെൻ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള്, കൊളോയിഡൽ സോള്, അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate into കൊളോയിഡൽ സോൾ. Then column 2 എന്ന് പറഞ്ഞ predicts arc method, double decomposition, peptidization of metals like gold, silver, platinum, etc. and hydrolysis. ഓക്കെ, ഇതിൽ മാച്ചിങ് അല്ലേ? നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ആർസേനിയസ് സൾഫൈഡ് സോൾ പ്രിപ്പറേഷൻ ഓഫ് സോൾ ആണ്, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ് ആണ്. ബെഡിക്സ് ആർക്ക് മെത്തേഡ്, ഡബിൾ ഡീകമ്പോസിഷൻ, പെപ്റ്റൈസേഷൻ എല്ലാം എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ആണ്. ആർസേനിയസ് സൾഫൈഡ് സോളിൻ്റെ പ്രിപ്പറേഷൻ ഡബിൾ ഡീകമ്പോസിഷൻ. ഇൻസൈഡ് ഡിറ്റക്ഷൻ നോക്കൂ, ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. ആർസെനിക് ഓക്സൈഡ് പ്ലസ് H2S ഡബിൾ ഡീകമ്പോസിഷൻ വഴിയാണ് എന്ത് ചെയ്യുക? ആർസേനിയസ് സൾഫൈഡ് പ്രിപ്പയർ ചെയ്യുക. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഹൈഡ്രോളൈസിസ് ആണ്. ഹൈഡ്രോളൈസിസ് ഓഫ് ഫെറിക് ക്ലോറൈഡ്, അതാണ് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ കൊളോയിഡൽ സോള്, പിന്നെ കൺവേർഷൻ ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate into കൊളോയിഡൽ സോള്. പ്രോഗ്രാം ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. precipitate into കൊളോയിഡൽ സോൾ. പിന്നെ ഇവിടെ സിമ്പിൾ ഒരു കൊളോയിഡൽ സോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻ ബി മാച്ച് ആക്കാം. പ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, മെറ്റൽസിൻ്റെ ഒക്കെ സോള്, ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ തുടങ്ങിയ മെറ്റൽസിൻ്റെ എല്ലാം സോളുകൾ എന്ത് ചെയ്യാം? പ്രിപ്പയർഡ് ബൈ ഇനേർട്ട് മെറ്റൽസിൻ്റെ കേസിലാണ് പ്രെഡിക്സ് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സിംപ്ലി ഫ്രം പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് സർഫസ് കെമിസ്ട്രിയിലെ. ഓക്കെ, റിയാക്ഷൻസ് പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം NCERT ആണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. Now question number 3. Question number 3. The energies of activation for the forward and back reverse reactions for X2 plus Y2 gives to XY are 180 kJ per mole, 200 kJ per mole respectively. The presence of catalyst lowers the activation energy for both forward and backward reactions by 100 kJ per mole. The enthalpy change for the reaction X2 plus Y2 gives to XY in presence of catalyst will be. ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി ആൻസർ വളരെ ഈസിയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി എൻതാൽപ്പി. വൈ? അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് സിമ്പിളി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമ്മളൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മളതിൻ്റെ എനർജി പ്രൊഫൈൽ ഇങ്ങനെ വരക്കൂലേ? ഇത് റിയാക്ടൻ്റ്, ഇത് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവേഷൻ എനർജി ഫോർ ദ ഫോർവേഡ് റിയാക്ഷനാണ് EA ഫോർ ദ ഫോർവേഡ്. ദെൻ ഈ ഒരു ഹൈറ്റ് നമ്മൾ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയും ആക്ടിവേഷൻ എനർജി ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ആക്ടിവേഷൻ ഫോർ ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ Y കോർഡിനേറ്റ് ആൻഡ് X കോർഡിനേറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി. ഈ ഗ്രാഫ് എല്ലാവർക്കും അറിയാം. റിയാക്ഷൻ കോർഡിനേറ്റ് റിയാക്ടൻ്റ്, ഇന്റർമീഡിയറ്റ്, പ്രോഡക്റ്റ്. റിയാക്ടൻ്റ്, ഇന്റർമീഡിയറ്റ് ആൻഡ് പ്രോഡക്റ്റ്. ഇതിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ മീൻസ് ഈ ഗ്യാപ്പാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഡെൽറ്റ എച്ച്. നമ്മൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഒന്ന് എൻതാൽപ്പി ഓർ എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ടൻ്റ് കൊടുക്കാം. Or it is equal to activation for the forward minus activation for the backward. ഈ ആക്ടിവേഷൻ എനർജിയുടെയും ഇതിൻ്റെ കൂടെ ഡിഫറൻസ് ആണെന്ത്? ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ EA ഫോർവേഡ് മൈനസ് EA ബാക്ക്വേർഡ്, ഫോർവേഡ് മൈനസ് EA ബാക്ക്വേർഡ്, അങ്ങനെയും കൊടുക്കാം. അതുമല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ഒരു റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻ്റെ എനർജി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് വാട്ട് ഇസ് റിയാക്ടൻ്റ്, ഹിയർ ഇറ്റ് ഈസ് പ്രോഡക്റ്റ്, ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ആൻഡ് ദിസ് വൺ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഇപ്പോൾ റിയാക്ടൻ്റ് ഇൻറ്റു ഇൻ്റർമീഡിയറ്റ് വരെ ഫോം ചെയ്യാൻ വേണ്ട എനർജി റിക്വയർമെൻ്റ് ആണ് ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ്. ദെൻ തിരിച്ച് പ്രൊഡക്റ്റ് ഇൻറ്റു ഇൻ്റർമീഡിയറ്റ് വരെയുള്ള ഒരു എനർജി റിക്വയർമെൻ്റ് ആണ് ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ്. ആക്ടിവേഷൻ്റെ ഡിഫറൻസ് ആണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ എനർജി ഓഫ് റിയാക്ടൻ്റെയും എനർജി ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എന്താ സംഭവിക്കുക?
വെൻ കാറ്റലിസ്റ്റ് ആഡഡ്, കാറ്റലിസ്റ്റ് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? കാറ്റലിസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിനെ മാറ്റിയോ? ഇല്ല. ഫൈനൽ സ്റ്റേറ്റിനെ മാറ്റിയോ? ഇല്ല. ഇറ്റ് ക്യാൻ ഓൺലി ആൾട്ടർ ദ പാത്ത്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ആൾട്ടർനേറ്റ് പാത്ത്. അങ്ങനെ നമ്മൾ പറയാറുള്ളത് പ്രൊവൈഡ് ആൾട്ടർനേറ്റ് പാത്ത്. അവിടെ പാത്ത് മാറി വരുന്നുള്ളൂ, എന്ത് മാറുന്നില്ല? ഇനീഷ്യലോ ഫൈനലോ സ്റ്റേറ്റ് അവിടെ മാറുന്നില്ല, പാത്ത് അവിടെ മാറിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, നൗ ദിസ് ഈസ് വാട്ട് ഈസ് ദ ന്യൂ ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ. ആക്ടിവേഷൻ ഫോർ ദ ഫോർവേഡ് റിയാക്ഷൻ, ഈ എ ഡാഷ് കൊടുത്തു. ആൻഡ് ദിസ് ഈസ് ദി ന്യൂ ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റ് വന്നപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് മാറിയിട്ടുണ്ട്. വിത്ത് കാറ്റലിസ്റ്റ് ആണ് ഇൻ്റർമീഡിയറ്റ് വന്നിട്ടുള്ളത്. ആക്ടിവേഷൻ വിത്ത് ഫോർവേഡ് കുറഞ്ഞിട്ടുണ്ട്, ബാക്ക്വേർഡും കുറഞ്ഞിട്ടുണ്ട്, രണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും ആക്ടിവേഷൻ ഈക്വലി കുറഞ്ഞിട്ടുണ്ട്. രണ്ടാളുടെയും ആക്ടിവേഷൻ ഈക്വലി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റ് ഫാസ്റ്റ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഈക്വലി, അല്ലേ? ഫോർവേഡിനെയും ബാക്ക്വേർഡിനെയും എന്തെങ്കിലും കാറ്റലിസ്റ്റ് ഒരുപോലെ ഫാസ്റ്റും ചെയ്യും. വൈ? ഇറ്റ് ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി ഫോർ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഈക്വലി. ഇനി ഇവിടെ എൻതാൽപ്പി ചേഞ്ച് മാറുന്നുണ്ടോ? ഈ ഗ്യാപ്പ് മാറുന്നുണ്ടോ? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാറാത്തത് കൊണ്ട് എന്ത് മാറൂല? എൻതാൽപ്പി ചേഞ്ച് മാറൂല. ഈ എ ഫോർ ദ ഫോർവേഡ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് മൈനസ് ഈ എ ഫോർ ദ ബാക്ക്വേർഡ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെ എന്ത് മാറാൻ പോണില്ല? ആ ഡിഫറൻസ് മാറുന്നില്ല. ഈ ഡിഫറൻസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും വൺ വേർഡിൽ പറയുകയാണെങ്കിൽ, ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ പാത്തിനെ മാറ്റുന്നത്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഇൻഡിപെൻഡൻ്റ് ഓൺ ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ അങ്ങനെ കണ്ടുപിടിക്കാം. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻ്റ്, അല്ലെങ്കിൽ എ എ ഫോർ ദ ഫോർവേഡ് മൈനസ് എ എ ഫോർ ദ ബാക്ക്വേർഡ്, ഓർ ദ എ എ ഫോർവേഡ് ഡാഷ് മൈനസ് എ എ ബാക്ക്വേർഡ് ഡാഷ്. ഇതിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാം. കേട്ടോ? അങ്ങനെയെങ്കിൽ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ പറ? ദ എനർജി ഫോർ ദ ആക്ടിവേഷൻ ഓഫ് ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻസ് ഗിവൺ ആണ്. രണ്ടിൻ്റെ ആക്ടിവേഷൻ ഗിവൺ ആണ്. എത്രയാ? ഇറ്റ് ഈസ് 180 ആൻഡ് 200 ആണ്. 180 ആൻഡ് 200. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ദിസ് വാല്യൂ ഇറ്റ് ഈസ് 180 ആൻഡ് ദിസ് വാല്യൂ ഈസ് 200. സോ ദ ഡിഫറൻസ് ഈസ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺലി 20. അല്ലേ? ആക്ട് ദ ഫോർവേഡ് മൈനസ് ബാക്ക്വേർഡ് മൈനസ് 20 ആണ് ഗ്യാപ്പ് വരിക, അല്ലേ? 20 ആണ് ഗ്യാപ്പ് വരിക. ആൻഡ് ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദ ആക്ടിവേഷൻ എനർജി ഫോർ ബോത്ത് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബൈ 100. അപ്പോൾ അതവിടെ ഏകദേശം ഒരു പുതിയൊരു ഫേസ് ഫോം ചെയ്യും. ഈ ഒരു ഡിഫറൻസ് 100 വരും. ബോത്ത്, അല്ലേ? രണ്ടാപ്പോൾ ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ 180 എന്നുള്ളത് 80 ആവും, ബാക്ക്വേർഡ് 200 എന്നുള്ളത് 100 ആവും. നൗ ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ആക്ടിവേഷൻ ഫോർ ദ ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് സെയിം തന്നെയാണ്. ഇറ്റ് ഇസ് -20. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കോൺസെപ്റ്റ് മനസ്സിലായോ? അതുപോലെ ഇനി ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തോളാം. കേട്ടല്ലോ? അപ്പോൾ ഈ ഗ്രാഫ് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ കൈനറ്റിക്സിലേക്ക് ഇത്തരം ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ടാവും. കാറ്റലിസ്റ്റ് ഡു നോട്ട് അഫക്റ്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഡെൽറ്റ എച്ച് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതുകൊണ്ട് അവിടെ വാല്യൂ എന്തിനും ഡിപ്പെൻഡ് ചെയ്യില്ല? കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിന് ആബ്സെൻസിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബോത്ത് ദ റിയാക്ഷൻസ് ആർ ഫസ്റ്റ് ഓർഡർ. ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് ദ റിയാക്ഷൻ അതൊരു ഗ്രാഫും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഫിഗറും കൂടെ ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. ഫിഗർ ഇതായിരുന്നു. എ ഗീവ്സ് സി ആൻഡ് ഡി വിത്ത് K1 ആൻഡ് K2. എ ഗീവ്സ് സി ആൻഡ് ഡി വിത്ത് ആ ക്വസ്റ്റ്യനിൽ അതും കൂടെ ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലേ? സോ ബോത്ത് റിയാക്ഷൻസ് ആർ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഹിയർ എ ഗീവ്സ് സി എന്നാലും അതുപോലെ തന്നെ എ ഗീവ്സ് ഡി എന്നതും എന്താണ്? ആ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ആണ്, ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ആഫ്റ്റർ ദി സ്റ്റാർട്ട് ഓഫ് ദി റിയാക്ഷൻ അറ്റ് T is equal to 0 with only A. സ്റ്റാർട്ടിങ് വിത്ത് റിയാക്ഷൻ വിത്ത് എ ആണ്. എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനീഷ്യലി എ മാത്രമേ ഉള്ളൂ. ദെൻ അവിടെ സിയും ഡിയും ഫോം ചെയ്യുന്നുണ്ട്. ഹിയർ കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് ഡി ആർ ഓൾ ഈക്വൽ അല്ലേ? ആർ ഈക്വൽ അറ്റ് ഓൾ ടൈംസ്. ഇവിടെ എയിൽ നിന്ന് സിയും ഡിയും ഫോം ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും. ഇനീഷ്യലി എ മാത്രമേ ഉള്ളൂ. സിയും ഡിയും റിയാക്ഷൻ
നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്നതാണ്. അത് എല്ലാ സമയത്തും ഈക്വൽ ആണ്. അറ്റ് ഓൾ ടൈംസ് സി ആൻഡ് ഡി ആർ ഈക്വൽ ആണ്. The time at which all the three concentrations of A, C, D will be equal is given by എയുടെയും സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്ന ടൈം എപ്പോഴാണ്, എത്രയാണ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ സിമ്പിളാണ്. എ ഗിവ്സ് സി ആൻഡ് എ ഗിവ്സ് ഡി. നമ്മൾ ആദ്യം ഈ ടൈപ്പ് റിയാക്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ടൈപ്പ് റിയാക്ഷൻ്റെ പേരറിയോ? ഇറ്റ് ഈസ് പാരലൽ പ്രോസസ് എന്ന് പറയും. എന്താ പറയാ? പാരലൽ പ്രോസസ്. ഇറ്റ് ഈസ് കോൾഡ് പാരലൽ പ്രോസസ്. നമ്മൾ NCERT-യിൽ ഈ പാരലൽ പ്രോസസ് ഉണ്ടോ? സൈഡ് റിയാക്ഷൻസ് എന്നൊക്കെ പറയാല്ലേ. ഈ NCERT-യിൽ കൈനറ്റിക്സിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് 2 പുതിയ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത 2 ടൈപ്സ് നെയിംസ് അവിടെ ഉണ്ട്. ഒന്ന് പാരലൽ പ്രോസസ്സിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷൻ NCERT-യിലുണ്ട്, പ്ലസ് കോൺസിക്യൂട്ടീവ് പ്രോഗ്രാംസിനെ കുറിച്ചും ഉണ്ട്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എ ഗിവ്സ് ബി, ബി ഗിവ്സ് സി, സി ഗിവ്സ് ഡി എന്ന ഒരു ടൈപ്പ് റിയാക്ഷനാണ്. എ ബി ആവുക, ബി സി ആവുക, സി ഡി ആവുക, അങ്ങനെ പോകുന്ന. എസ്പെഷ്യലി ന്യൂക്ലിയർ റിയാക്ഷൻസിൽ DK, റേഡിയോ ആക്റ്റീവ് DK കൺസിക്യൂട്ടീവ് ടൈപ്പാണ് അല്ലേ. 1 ന്യൂക്ലിയസ് ബിക്കം അതർ വൺ അങ്ങനെ പോവുക, ഒന്നിന്ന് മറ്റൊന്നായിട്ട് അങ്ങനെ പോവുക. ഇതാണ് കോൺസിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ഹിയർ ഇറ്റ് ഈസ് K1, ഹിയർ ഇറ്റ് ഈസ് K2, ഹിയർ ഇറ്റ് ഈസ് K3, അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റും ഡിഫറെൻറ്റ് ഹാഫ് ലൈഫും ആയിരിക്കും. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് DK A to B ഉള്ള ഹാഫ് ലൈഫ് അല്ല B to C ഒരു ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, സോ റേഡിയോ ആക്റ്റീവ് DK ടൈപ്പ്. ഇനി പാരലൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടൻറ്റിൽ നിന്ന് ഒരേ സമയം 2 പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ആ 2 പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് സ്റ്റോഷിയോമെട്രിക്കൽ ഒന്നുമല്ല. മീൻസ് നമ്മളിപ്പോൾ 2 ഡിഫറെൻറ്റ് പെർസെൻറ്റ് ഈൽഡ് വരിക. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്രൂഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തൂലേ. ഇപ്പോൾ ഫീനോളിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അണിലിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ക്ലോറോബെൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ നമ്മൾ പറയും ഓർത്തോ മേജർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പാരാ മേജർ പ്രോഡക്റ്റ്, ഓർത്തോ മൈനർ പറയും. അല്ലെങ്കിൽ HCl-ൻ്റെ അഡീഷൻ, മാർക്കോണിക് അഡീഷൻ. അവിടെ ഒരു പ്രോഡക്റ്റ് മേജറാണ്, ഒന്ന് മൈനറാണ്. അപ്പോൾ സെയിം റിയാക്ഷൻ മിക്സിൽ നിന്ന് തന്നെ ഒന്ന് മേജറും ഒന്ന് മൈനറും വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് മോർ എമൗണ്ട് ഫോം ചെയ്യുക, മറ്റൊന്ന് ലെസ് എമൗണ്ട് ഫോം ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ആ പ്രോഡക്റ്റ് മേജർ പ്രോഡക്റ്റ് ഫോംസ് വിത്ത് ഫാസ്റ്റർ റേറ്റ് ആൻഡ് മൈനർ പ്രോഡക്റ്റ് വിത്ത് സ്ലോവർ റേറ്റ്, ഓർ മേജർ പ്രോഡക്റ്റ് വിത്ത് ലാർജ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് മൈനർ വിത്ത് സ്മോൾ റേറ്റ് കോൺസ്റ്റന്റ്. ഇപ്പം തന്നെ നോക്കൂ, ഇവിടെ K1-ഉം K2-ഉം ഡിഫറെൻ്റ് ആണെങ്കിൽ K1 എന്താണ്? K1-ഉം K2 എന്താ? റേറ്റ് കോൺസ്റ്റൻസ് ആണ്. ഹിയർ K1 ആൻഡ് K2 ആർ റേറ്റ് കോൺസ്റ്റൻസ്. ഇഫ് K1 ഈസ് ലാർജർ ദാൻ K2, K1 കേട്ടോ, ഇഫ് K1 ലാർജർ ദാൻ K2, K1 K2-നേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ D ഫോം ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ആര് ഫോം ചെയ്യും? C ഫോം ചെയ്യും. K2 ആണ് കൂടുതലെങ്കിലോ അവിടെ D ആണ് കൂടുതൽ ഫോം ചെയ്യുക. ഹിയർ K4 റേറ്റ് കോൺസ്റ്റൻസ് ആണ്. K എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റേറ്റ് കോൺസ്റ്റൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? സിയും ഡിയും ഡിഫറെൻ്റ് എമൗണ്ട് ഫോം ചെയ്യും. സെയിം റിയാക്ടൻ്റ് ബട്ട് ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് വിത്ത് ഡിഫറെൻ്റ് റേറ്റ് കോൺസ്റ്റൻസ് ആണെങ്കിൽ ഡിഫറെൻ്റ് ക്വാണ്ടിറ്റീസ് ഫോംഡ്. ശരിയല്ലേ? ഇനി ഈ K1-ഉം K2 ഈക്വൽ ആയാലോ, K1-ഉം K2 ഈക്വൽ ആയാലോ അത് 2 സിയും ഡിയും സെയിം റേറ്റിൽ ഫോം ചെയ്യും. 50-50 ആണ് ഫോം ചെയ്യുക. സി എത്ര ഫോം ചെയ്തോ അത്ര ഡിയും ഫോം ചെയ്യും. നമുക്ക് തന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് ഡി ആർ ഈക്വൽ അറ്റ് ഓൾ ടൈംസ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സമാധാനിക്കാം. ഹിയർ ഗിവൺ K1 ഈക്വൽ ടു K2. വൈ? K1 ഈക്വൽ ടു K2. വൈ? ഹിയർ സി ഇസ് ഈക്വൽ ടു ഡി അറ്റ് ആൾ ടൈം എന്നാണ് പറഞ്ഞത്. സിയും ഡിയും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? K1 ഈസ് ഈക്വൽ ടു K2 എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ബേസിക് ഡാറ്റ പാരലൽ റിയാക്ഷനെ കുറിച്ച്. കഴിഞ്ഞില്ല. ഇതിൻ്റെ കൂടെ ഒരു പാരലൽ പ്രോസസ്സില്ലേ, പാരലൽ പ്രോസസ്സിൽ എങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം? റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫോർ ദിസ് കേസ് വാട്ട് ഈസ് d/dt ഓഫ് സി? d/dt ഓഫ് സി എന്താ പറയുക? ഇറ്റ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ആൻഡ് അഗെയിൻ
d by dt of d by dt of d എന്ന് പറഞ്ഞാൽ K2 into concentration of A ആണല്ലോ. K1 into concentration of A, K2 into concentration of A. Now, ഇത് സിയുടെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്, ഡിന്റെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്. വാട്ട് അബൌട്ട് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് സി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഡി. കാരണം എ രണ്ടാളായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാവുന്നുണ്ട്? സിയും ആവുന്നുണ്ട്, ഡിയും ആവുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ സി ആയാലും ഡി ആയാലും എ ഡിസപ്പിയർ ചെയ്യും. സി ആയാലും ഡി ആയാലും ആര് ഡിസപ്പിയർ ചെയ്യും? എ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ സിയും ഡിയും അപ്പിയർ ചെയ്യുന്നതിന് പ്രൊപ്പോർഷൻ എ ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടിനും കൂടെ അപ്പിയറൻസിൻ്റെ റേറ്റിൻ്റെ സമ്മായിരിക്കും. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? വാട്ട് ഇസ് ഡി ബൈ ഡി ടി ഓഫ് സി? ഇറ്റ് ഈസ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ശരിയല്ലേ? ഇവിടെ നമുക്ക് പറയാം എയും കോമൺ പുറത്തെടുക്കാം. സോ K1 പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ്. ഇതാണെന്ത്? റേറ്റ് ലോ ഫോർ കൺസിക്യൂട്ടീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. സോ ഹൗ ടു റൈറ്റ് ദ റേറ്റ് ലോ ഫോർ പാരലൽ പ്രോസസ് അല്ലേ? റേറ്റ് ലോ ഫോർ ദ പാരലൽ പ്രോഗ്രാം എന്താണ്? ഇറ്റ് ഈസ് K1 പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. വാട്ട് ഈസ് K1 ആൻഡ് K2? ഇറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ പാരലൽ സ്റ്റെപ്സ്. പാരലൽ സ്റ്റെപ്സിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K1 ഉം K2. ഇത് മനസ്സിലായോ? ഓക്കെ, നമ്മളിനി ക്വസ്റ്റിലേക്ക് മടങ്ങി വരണം. നമുക്കൊന്ന് ഇയാളുടെ റേറ്റിലോ എഴുതാൻ കഴിയണം അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ എ ഗീവ്സ് സി ആൻഡ് ഡി വേർ ഇറ്റ് ഈസ് K1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് K2. റേറ്റ് ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. രണ്ടാമത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ K1 is equal to K2. വൈ? സി ആൻഡ് ഡി ആർ ഈക്വൽ അറ്റ് ആൾ ടൈംസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? K1 പ്ലസ് K2 is equal to എന്ത് എഴുതാം? is equal to 2K1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2K2 എന്നും എഴുതാം. ശരിയല്ലേ? ഇനി നമുക്ക് തന്നുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സാ. ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് റേറ്റ് കോൺസ്റ്റന്റ് K is equal to എന്ത് പറയാം? 1/T log കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0/R. അപ്പം നമ്മളോട് ചോദിച്ചത് ഈ ടി കണ്ടുപിടിക്കണം. അതിന് എന്താ കണ്ടീഷൻ കൊടുക്കാൻ പറഞ്ഞേ? ദ ടൈം അറ്റ് വിച്ച് A ഈക്വൽ ടു B ഈക്വൽ ടു A ഈക്വൽ ടു C ഈസ് ഈക്വൽ ടു D. എയും ഡിയും സിയുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്ന ടൈമാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാം എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത്. റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി 1:1:1 ആണ്. അപ്പോൾ എയിൽ നിന്ന് സിയും ഡിയും ഒരേ എമൗണ്ട് ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം എന്ത്? ഇനീഷ്യലി നമ്മൾ എ എടുത്തതിനെ 3 പാർട്ടാക്കുക അല്ലേ? 3 പാർട്ടാക്കുക എനെ. അതിലൊരു പാർട്ട് എന്തായിട്ട് മാറി? ബി ആയിട്ട് മാറി, അല്ല സി ആയിട്ട് മാറി. ഒരു പാർട്ടോ ഡി ആയിട്ട് മാറി. 3-1 എ ആയിട്ട് റിട്ടേൺ ചെയ്യുക. അവിടെ എയുടെ 1/3 ബാലൻസ് ഉണ്ട്. 1/3 സി ആയി, 1/3 ഡി ആയി. ഇപ്പം എല്ലാം 1/3 ഉണ്ടാവുക. 3 ഈക്വലായി. 3 ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ഈക്വൽ ആവണമെങ്കിൽ എയുടെ ടോട്ടൽ എമൗണ്ടിന് 1/3 ബി സി ആവുക, 1/3 ഡി ആവുക. അപ്പോൾ 3 ആളും ഈക്വലായി. സോ എ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു അല്ലേ? എ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയണമെങ്കിൽ എന്താണ്? ഈസ് ഈക്വൽ ടു 1/3 ആവണം. അപ്പോൾ എ റിമൈനിങ് എമൗണ്ട് എത്രയാ? 1/3 ആണ്. ഇനീഷ്യൽ റിയാക്റ്റഡ് എമൗണ്ട് എത്രയാ? 2/3 റിയാക്റ്റഡ്, 1/3 റിമൈനിങ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് കെ? കെ മീൻസ് K1 പ്ലസ് K2 ഈസ് ഈക്വൽ ടു 1/T log R0/R. If you take initially 1 mole A, its 1/3 is remaining. That's log 3 അല്ലേ? Or what is K1 plus K2? അത് 2K1 എന്നോ 2K2 എന്നോ കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ലല്ലോ. 2K1 or 2K2 is equal to 1/T log 3 എന്ന് വരും. Or T is equal to 1/2
2K1 or 2K2 into log 3 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഏത് ആൻസർ വരും ഇവിടെ? ആൻസർ ഇത് വരിക T 1/2K1 or 2K2 log 3. ഓപ്ഷൻ ബി കൊടുക്കാം ആൻസർ ആയിട്ട്. ഓപ്ഷൻ ബി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? പാരലൽ പ്രോസസ് ആണ്. പാരലൽ പ്രോസസ്സ്. പാരലൽ പ്രോസസ്സിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുക. നമ്മൾ ഓർഗാനിക്കിൽ പല റിയാക്ഷൻസ് മേജർ ആൻഡ് മൈനർ പ്രൊഡക്റ്റ് നിങ്ങൾ പറയുന്നില്ലേ, ആ സിറ്റുവേഷൻസ് എല്ലാം പാരലൽ റിയാക്ഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെയോ ഒരു പാരലൽ പ്രോസസ്സിൻ്റെ കേസിൽ ഓവറോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? K1 + K2, അഥവാ അവിടെ എത്ര സ്റ്റെപ്സ് പാരലായിട്ട് നടക്കുന്നുണ്ടോ ആ ഓരോ സ്റ്റെപ്പിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് സം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ കൊടുത്താൽ മതി കേട്ടോ. ബാക്കി പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ കണ്ടീഷനിങ് ആണ്. സിയും ഡിയും ഈക്വൽ ആണ്, അതുകൊണ്ട് K1 K2 ഈക്വൽ ആണ്. പിന്നെ എയും സിയും ഡിയും ഈക്വൽ ആവുന്ന സമയത്ത് 1/3 1/3 1/3 അത് ഈ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ ആണ്. പാരലലിന് എല്ലാം അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടല്ലോ. നൗ question number 5. Question number 5. For a reaction A + 2B gives C. The amount of C formed by starting the reaction with 5 moles of A and 8 moles of B. സ്പെഷ്യലി ഇതൊരു ബേസിക് കോൺസെപ്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരു ന്യൂമറിക്കലാണ്, മീൻസ് സ്റ്റോഷ്യോമെട്രിക്കലാണ്, സിമ്പിൾ സ്റ്റോഷ്യോമെട്രി ആണ്. പെട്ടെന്ന് ചെയ്യാൻ ഞാനത്. A + 2B gives C. Here starting with 5 mole of A, 5 mole A and 8 mole B, 8 mole B, C 0. ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അത് എമൗണ്ട് ഓഫ് സി ഫോംഡ് ആ ചോദിച്ചത്. നമുക്കറിയാം റിയാക്ഷൻ സ്റ്റോഷ്യോമെട്രി 1:2:1, 1:2:1. അപ്പോൾ 5ന് അതിൻ്റെ ട്വൈസ് എത്രയാണ്? 10 വേണം. 10 ഉണ്ടോ? ഇല്ല. Therefore B is limiting reagent. So it is -8 -4 +4. Remaining 1 mole A remains, B limiting 0 remains, and 4 mole C is formed. എത്ര ഫോം ചെയ്യാം? ഇറ്റ് ഈസ് 4 mole. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ പെട്ടെന്ന് വായിക്കല്ലേ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. തെറ്റല്ലേ? ഇവിടെ ഓർഡർ ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ വല്ല കണക്ഷനും ഉണ്ടോ? ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് റേസ് ടു ഒരു പവർ വരും. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്, N ആണ്, അത് കോൺസെൻട്രേഷൻ്റെ പവറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേം K ആണ്, ടെമ്പറേച്ചറിൻ്റെ ടേം. പിന്നെ K ഇസ് ഈക്വൽ ടു A ഇൻറ്റു E⁻⁻ EA/RT. അതിലെവിടെ ഓർഡറിൻ്റെ ടേം ഇല്ലേനു. കെയിൽ എന്തില്ല? ഓർഡറിൻ്റെ ടേം ഇല്ല, N ഇല്ല. K ഡിപ്പെൻഡ് ചെയ്യുക ആരെയാണ്? A for hardness factor or frequency factor or pre-exponential factor, E a activation energy, T for temperature. ഇതിനെയാണ് K ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ N എന്ന് പറഞ്ഞാൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ്റെ ഡിപ്പെൻഡൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ടേം മാത്രമാണ്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഓർഡർ എന്തായാലും വേണ്ടിയില്ല. എന്താണ്? ഓർഡർ 0 ആയാലും അവിടെ K ഉണ്ടാവും, ഓർഡർ 1 ആയാലും K ഉണ്ടാവും, ഓർഡർ 2 ആയാലും K ഉണ്ടാവും. ടെമ്പറേച്ചർ മാറിയ K മാറും, K മാറിയ റേറ്റ് മാറും. കേട്ടല്ലോ? അപ്പോൾ ഇത് 0 ഓർഡർ ആണെങ്കിലും വേണ്ടില്ല, ഫസ്റ്റോ സെക്കൻഡ് എന്തായാലും എന്താണ്? ടെമ്പറേച്ചർ മാറിയ K മാറും, K മാറിയ റേറ്റും മാറും. കേട്ടല്ലോ? സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓൺ ടെമ്പറേച്ചർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാ, നെവർ ഹാപ്പൻഡ്. ശരി. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ, അത് കറക്റ്റാണ് ഫോർ 0 ഓർഡർ റിയാക്ഷൻ. ട്രൂ അല്ലേ? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു K ഉള്ളി. അപ്പോഴും K ബാക്കിയുണ്ട്, ഡിപ്പെൻഡൻ്റ് ഓൺ ടെമ്പറേച്ചർ ആണ്. നൗ ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇസ് 0. റേറ്റ് ഓഫ് ഫോർമേഷൻ 0 മീൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് സിംപ്ലി ആ ഒരു റിയാക്ഷൻ മസ്റ്റായിട്ടും പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് 0 ഓർഡർ ആണെങ്കിലും വേണ്ടില്ല, ഏത് ഓർഡർ ആണെങ്കിലും വേണ്ടില്ല, ഒരു റിയാക്ഷൻ ഫസ്റ്റ് മസ്റ്റ് ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഇറ്റ് ഡികമ്പോസസ് ബാക്ക് ടു or decomposes to product എന്നാണ്. So there should be an activated complex. So the rate of formation of activated complex is 0 അല്ല. It is complex should be formed there. The rate of formation as well as rate of decomposition of complex is 0 അല്ല. അത് ഈക്വൽ നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ, കാരണം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നത് മുഴുവൻ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്തു. ബോത്ത് ആർ ഈക്വൽ എന്ന് പറയാം. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന അതേ റേറ്റിൽ ഡീകമ്പോസ് ചെയ്താൽ മതി.
സോ അവിടെ ആക്റ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, സെയിം റേറ്റിൽ ഡീകമ്പോസ് ചെയ്യുന്നു. സോ രണ്ട് ഈക്വൽ റേറ്റിലാണ്. സോ യു കൺ നോട്ട് ഐസൊലേറ്റ് ആൻ ആക്റ്റീവ് കോംപ്ലക്സ്. അപ്പോൾ അത്തരം ഒരു സ്പീഷീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനോ ഐസൊലേറ്റ് ചെയ്യാനോ കഴിയില്ല. വൈ? വേർ ഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഡീകമ്പോസിഷൻ. അതിനർത്ഥം എന്തല്ല? ഫോർമേഷൻ ഇസ് ഈക്വൽ ടു 0, ഡീകമ്പോസിഷൻ ഇസ് ഈക്വൽ ടു 0 എന്നല്ല, ബോത്ത് വിത്ത് സെയിം റേറ്റ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് 4 തെറ്റാണ്, 3 തെറ്റാണ്, 1 തെറ്റാണ്. ഓൺലി 2 ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി മാത്രമേ കറക്റ്റ് വരുന്നുള്ളൂ. കേട്ടോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി നൗ ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് നിങ്ങൾക്ക് ലൈവിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് പറയണമെങ്കിൽ, പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. Now 7th question. The half-life period of a first order reaction is 15 minutes. Half-life period is 15 minutes ആണ്. The amount of substance left after 1 hour will be. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മളൊരു ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ദ എമൗണ്ട് ഓഫ് എ ഓർ റിയാക്ടന്റ് റിമെയിൻസ് ആഫ്റ്റർ എൻ ഹാഫ് ലൈഫ്സ് എന്ന് പറയുന്നത് എന്താണ്? A0 ഡിവൈഡ് ബൈ 2n ആണ്. വേർ n is number of half lives ആണ്. വേർ n is the number of half lives. അപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് ഡിവൈഡ് ബൈ 2n ആണ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കേട്ടോ. ദ എമൗണ്ട് റിമെയിൻസ് ആഫ്റ്റർ n half lives is equal to A0 by 2n. Here what is n? Number of half lives. Number of half lives ആണ്. ഇവിടെ ഇറ്റ് ഈസ് 15 മിനിറ്റ് ആണ് ഹാഫ് ലൈഫ് ആൻഡ് 1 hour ആണ് ടൈം ഡ്യൂറേഷൻ കൊടുത്തിരിക്കുന്നത്. സോ 1 hour എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 4 into 15 ആണോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുക 4 ഹാഫ് ലൈഫുകളാണ്. 4 ഹാഫ് ലൈഫ്സ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വാല്യൂ എത്ര വരിക? ഇനീഷ്യൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 2⁴ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എമൗണ്ടിൻ്റെ 1/16 ടൈംസ് ആവില്ലേ? ഇറ്റ് ബിക്കം 1/16 ടൈംസ് ഓഫ് ദ ഒറിജിനൽ എമൗണ്ട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അതിലെങ്ങനെ കൊടുത്താൽ മതി? ഹാഫ് ലൈഫ് 4 മനസ്സിലാക്കുക. 1 hour മീൻസ് 4 ഹാഫ് ലൈഫ്. 15 മിനിറ്റ് 15 and 15. അപ്പോൾ 1 എന്നുള്ളത് 1/2 ആവും. 1/2 എന്നുള്ളത് 1/4 ആവും. 1/4 എന്നുള്ളത് 1/8 ആവും. 1/8 അതിൻ്റെ പാതി 1/16. ഫസ്റ്റ് ഹാഫ് ലൈഫ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഹാഫ് ലൈഫ്. ഇറ്റ് ഈസ് 1/16. ഇനി ഇക്വേഷനൊക്കെ ഓർക്കാൻ പ്രയാസമാണെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. മനസ്സിലായോ? ഓക്കെ. അത് ഈ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഈ ഹാഫ് ലൈഫ് ടൈം ഇനീഷ്യൽ എമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ആ ഹാഫ് ലൈഫ് ടൈം ആ ഇനീഷ്യൽ എമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഹാവ്ഡ് അങ്ങനെ പോയാൽ മതി. കേട്ടല്ലോ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 8. The reason for almost doubling the rate of the reaction on increasing the temperature of the reaction system by 10 degrees Celsius is. The reason for almost doubling the rate of the reaction on increasing the temperature of a reaction system by 10 degrees Celsius is. ഇവിടെ നമുക്കറിയാം റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിയ റിയാക്ഷൻ റേറ്റ് കൂടും. സംശയമൊന്നുമില്ല. ബൈ അത് നമ്മൾ അർണിസ്റ്റ് തിയറിയിൽ അങ്ങനെ പറയുന്നുണ്ട്. K = A × E⁻ എന്ന് പറയുന്നുണ്ട്. അത് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷനാണ് അതിൻ്റെ. അതിൽ എന്തുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്? ഒരു റിയാക്ഷൻ നടക്കാൻ കൊളീഷൻ നടക്കണം. കൊളീഷൻ നടന്നാൽ മാത്രം കൊളീഷൻ നടക്കുന്ന ആൾക്ക് എന്ത് വേണം? എനർജി വേണം. കൊളീഷൻ നടക്കുന്ന ആൾക്ക് എനർജി വേണം. കൊളീഷൻ ഫ്രീക്വൻസി മാത്രമല്ല ആ ത്രഷോൾഡ് എനർജി അതല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്നുള്ള ഫാക്ടർ കൂടെ അവിടെ വരുന്നുണ്ട്. കറക്റ്റ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് വെച്ച് പറയുന്നത് എന്തെന്നറിയോ? ഡാറ്റ കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് പറയാം. എന്താണ്? വെൻ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ്, T1 നിന്ന് നമ്മൾ T2 ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻഡ്? ഇപ്പോൾ നമ്മൾ പറയാം ഇവിടെയാണ് എന്ത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിത്ത് നമ്മൾ പറയും Ne/n total. Number of molecules carrying a specific amount of energy by total number. Fraction of energy, y-axis. And x-axis energy. ഇവിടെ ഇതാണ് എന്ത് വിചാരിക്കുക? നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ സ്പെസിഫിക്കലി പറയുന്ന എനർജി, ആക്ടിവേഷൻ എനർജി ഇതാണെന്ന് വിചാരിക്കുക.
നമുക്ക് ത്രഷോൾഡ് എനർജി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ T1 എന്ന ടെമ്പറേച്ചറും T2 കമ്പയർ ചെയ്യുമ്പോൾ T1 ടെമ്പറേച്ചർ ആക്ടിവേഷൻ എനർജിയുള്ള ആളുടെ ഫ്രാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഫ്രം T1 ടു T2ലേക്ക് എത്തിക്കുന്ന സമയത്തോ ഫ്രാക്ഷൻ ഇൻക്രീസ്ഡ് 3 ആയിട്ടുണ്ട്. സോ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഇസ് ഈക്വൽ ടു ആക്ടിവേഷൻ ഓർ മോർ ദാൻ ആക്ടിവേഷൻ ഇൻക്രീസ്ഡ്. ഇതാണ് റേറ്റ് കൂടാനുള്ള കാരണമായിട്ട് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് ത്രഷോൾഡ് എനർജി ഇൻക്രീസ്, ത്രഷോൾഡ് എനർജി കൂടില്ല, ദാറ്റ്സ് എ റിക്വയർമെൻറ്റ് ടു അണ്ടർഗോ റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ ത്രഷോൾഡ് എനർജി കൂടില്ല, പകരം എന്ത് ചെയ്യും, ആ ത്രഷോൾഡ് എനർജി ഉള്ള ആളുടെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ ത്രഷോൾഡ് എനർജി ഇൻക്രീസ് തെറ്റാണ്, റോങ് ആണ്. പിന്നെ കൊളീഷൻ ഫ്രീക്വൻസി ഇൻക്രീസ്, അത് തെറ്റൊന്നുമില്ല. മോർ ഹീറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, മൊബിലിറ്റി കൂടും, കൊളീഷൻ ഫ്രീക്വൻസി കൂടാം, അത് കൂടുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ്, ബട്ട് അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയോ അത് നമുക്ക് ആലോചിക്കാം. ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ഈക്വൽ ടു ത്രഷോൾഡ് എനർജി ഓർ മോർ ദാൻ ത്രഷോൾഡ് increases. That's the correct explanation for explaining the rate and temperature relation. On increasing the temperature, the fraction of molecules that carrying energy is equal to or more than threshold energy increases. മനസ്സിലായോ? അപ്പോൾ ത്രഷോൾഡ് എനർജി ഉള്ള ആളുടെ എണ്ണം കൂടും, അവരുടെ കൊളീഷനും കൂടും. ആക്ച്വലി രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ കറക്റ്റ് എക്സ്പ്ലനേഷനായി. ഇനി ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ത്രഷോൾഡ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഓപ്ഷൻ സി സെലക്ട് ചെയ്യുക. ബട്ട് അവിടെ അവരുടെ കൊളീഷനാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുക, റിയാക്ഷനിലേക്ക് ലീഡ് ചെയ്യുക. ഇവിടെ കൊളീഷൻ ഫ്രീക്വൻസി നോർമലി കൂടാം, ബട്ട് ദ പ്രോപ്പർ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഈസ് ഓൺ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. NCERT അങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ടെക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓൺ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ക്യാരിയിങ് ആക്ടിവേഷൻ എനർജി ഓർ ഇസ് ഈക്വൽ ടു എനർജി ഓർ മോർ ദാൻ എനർജി ഓർ ഇസ് ഈക്വൽ ടു ത്രഷോൾഡ് ഓർ മോർ ദാൻ ത്രഷോൾഡ് ഈസ് ഇൻക്രീസിങ്. ഓപ്ഷൻ സി ഈസ് ബെറ്റർ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഓർഗാനിക് സൈഡ് ആണ്. റിയാക്ഷൻ ഓഫ് HI വിത്ത് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. റിയാക്ഷൻ ഓഫ് HI വിത്ത് അല്ലേ. നോക്കിതില് ഏതൊക്കെയാ സെൻസിറ്റീവ് പാർട്ടുള്ളത്, ഹൈഡ്രജൻ അയഡൈഡുമായിട്ടല്ലേ. അപ്പോൾ ഇവിടെ ആൽക്കഹോൾ ഉണ്ട്, ആൽക്കഹോളിൻ്റെ OH ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഫീനോളിക് OH ഉണ്ട്, ഒരു ഈതർ ഉണ്ട്, ഈതർ പാർട്ടുണ്ട്, ഒരു ആൽക്കീൻ ഉണ്ട്, ആൽക്കീൻ അൺസാച്ചുറേഷൻ ഉണ്ട്. ഇതിലെവിടെയൊക്കെ HIക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് HI അൺസാച്ചുറേഷനിലേക്ക് ആഡ് ചെയ്യപ്പെടാം, ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്യപ്പെടാം. മാർക്കോണിക് ഓഫ് അഡീഷൻ കൊടുത്തേക്ക്. അപ്പോൾ ഇവിടെ അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ H വരും, ഇവിടെ Iയും കൊടുക്കാം അല്ലേ. യെസ്, അതാണ് ആ ഒരു പാർട്ടിൻ്റെ റിയാക്ഷൻ. പിന്നെ ഈതറാണ്, ഇത് ഈതർ ലിങ്ക് ആകുമ്പോൾ നമുക്കറിയാം ഇത് sp2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത് sp2O ബോണ്ടാണ്. ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ഓക്സിജൻ ലോൺ പെയർ ആണ്. സോ ഇവിടെ എന്ത് ചാൻസ് ഉണ്ട്, ഒരു റെസൊണൻസ് ആൻഡ് അതുപോലെ തന്നെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ചാൻസ് കൂടുതലാണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും, ശരിയല്ലേ. അതേസമയം OC ബോണ്ടോ ആൽക്കൈൽ ബോണ്ടോ ഇതിവിടെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തതിൽ H ഇവിടെ I ഇവിടെ കൊടുക്കാം, മീഥൈൽ അയോഡൈഡ് ഫോം ചെയ്യാം. അത് OH ആയിട്ട് മാറാം, OH ആയിട്ട് മാറാൻ ചാൻസ് ഈസ് ദയർ. ഇനി ഫീനോളിക് OH ആണെങ്കിലോ അഗെയിൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് OH ഓട് റീപ്ലേസ് ചെയ്യപ്പെടില്ല. നോർമൽ ആൽക്കഹോളിൻ്റെ കേസിലോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ I, H2O റിമൂവ്ഡ്. അപ്പം അങ്ങനെ വന്നാൽ എവിടെയൊക്കെയാണ്, ഒന്ന് I ഇവിടെ ഫോം ചെയ്തു, ശരി. ഇത് ഫോം ചെയ്യോ, ഇല്ല, ഇത് തെറ്റ്. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ എ ആണെങ്കിലോ ഇതാ ഇവിടെ CH2I ഒരു ചാൻസ്, ഇതും കറക്റ്റായി, ഇതും കറക്റ്റായി. ഇതാ ഇവിടുത്തെ ഒരു പോസിബിലിറ്റിയാണ്. അവിടുത്തെ പോസിബിലിറ്റി നമുക്കൊന്നുകൂടെ റീചെക്ക് ചെയ്യാം. നോക്കി, ഇവിടെ നമ്മളിത് ഷിഫ്റ്റിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റിങ്ങോട് ഇവിടെ -+ കാർബോകാറ്റോൺ HN അഡീഷൻ അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, H വന്നു. അപ്പോൾ CH3 സംശയമൊന്നുമില്ല. ഇതിപ്പോൾ സെക്കൻഡറി കാറ്റോൺ അല്ലേ. ഈ സെക്കൻഡറി കാറ്റയോണ് റീ അറേഞ്ച്മെന്റ് വഴി എന്ത് ചെയ്യാം, ടെർഷറി ആയിട്ട് മാറിക്കൂടെ. അപ്പോൾ ഈ പ്ലസ് ഇങ്ങോട്ട് ടെർഷറി അല്ല, ബെൻസൈൽ അല്ലേ. ബെൻസൈൽ റിങ്ങിൻ്റെ ഫസ്റ്റ് അറ്റാച്ച്ഡ് കാർബണിൽ പ്ലസ് വന്നാൽ എന്ത് ചെയ്യാം, അത് ബെൻസൈൽ കാറ്റോണായിട്ട് സ്റ്റെബിലൈസ് ചെയ്യപ്പെടാം.
അപ്പോൾ ഈ സെക്കൻഡറിയിൽ നിന്ന് ബെൻസൈലേക്ക് എന്ത് ചെയ്യാം, കാർബോകാറ്റോൺ റീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും. സോ റീ അറേഞ്ച്മെന്റ് ഈസ് ദെയർ. അപ്പോൾ നമുക്ക് ഈ പൊസിഷനിലായി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് ആൻസർ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏതൊക്കെ പാർട്ടാണ് അഫക്റ്റ് ചെയ്യപ്പെടുക? ഒന്ന് ഇവിടെ ആയി വരാം, ഇത് മാറൂല. ഈ OCH3 ബ്രേക്കറ്റ് OH ആയിട്ട് മാറും. ഇനിയോ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, ഇത് മൈനസ് ഇത് പ്ലസ്, ഇവിടേക്ക് H വന്നു, CH3 ആയി. ഈ പ്ലസ് എന്ത് ചെയ്യും, റീ അറേഞ്ച് ചെയ്യും. ഈ പ്ലസ് ഇങ്ങോട്ട് മാറും, ബെൻസൈൽ കാറ്റോൺ സ്റ്റെബിലൈസേഷൻ, ഇവിടെ നിന്ന് ബെൻസൈൽ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ I ഇവിടെ ആഡ് ചെയ്യപ്പെടും. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. മനസ്സിലായോ? ദിസ് ഇസ് സിമിലർ ക്വസ്റ്റ്യൻ നമ്പർ 9. Now question number 10. Number 10. 2-bromo 2-methyl pentane അവരുടെ റിയാക്ഷൻ ആണ്. മേജർ പ്രോഡക്റ്റ് A, then followed by B2H6 OH and H2O2. ഇവിടെ ഒരു ടെർഷറി ബ്യൂട്ടോക്സൈഡ് കൊടുത്തിട്ടുണ്ട്. What is 2-bromo 2-methyl pentane? 1 2 3 4 5. 2-bromo 2-methyl. So CH3 CH3 CH2 CH2 CH3 അല്ലേ? It is 2-bromo 2-methyl pentane. 2-bromo 2-methyl pentane. അതിനെ ടെർഷറി ബ്യൂട്ടോക്സൈഡ് കൊടുത്തിരിക്കുന്ന അവിടെ ആണോ? CH3 CH3 O മൈനസ് ആൻഡ് K പ്ലസ് ടെർട്ട് ബ്യൂട്ടോക്സൈഡ്. ഈ ആൽക്കോക്സൈഡിന് രണ്ട് ക്വാളിറ്റി ഉണ്ട്, നമുക്കറിയാം. ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ ആൾ ഒരേ സമയം ന്യൂക്ലിയോഫൈലാണ്, അതേസമയം സ്ട്രോങ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യും. ആൽക്കോക്സൈഡിന് രണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാം. ഇയാൾക്ക് ഒരേ സമയം ന്യൂക്ലിയോഫൈലും ആവാം, അതേസമയം തന്നെ എന്താവാം, കൻ ആൾസോ ആക്ട് ആസ് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാം. ഇനി ഇത് റിയാക്ഷൻ നമ്മളിത് ഏത് കാറ്റഗറിയിൽ പറയാം? ആൽക്കോൾസിൽ ഈതറിന്റെ ഫോർമേഷൻ ഇല്ലേ? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് RONA അല്ലെങ്കിൽ ROK പ്രൊഡക്റ്റ് ഈതറിന്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, ഈതറിന്റെ പ്രിപ്പറേഷനായിട്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിന്റെ പ്രിപ്പറേഷനിൽ ആൽക്കൈൽ ഹാലൈഡ് എപ്പോഴും എന്താവാൻ ശ്രദ്ധിക്കണം, നമ്മൾ പ്രൈമറി ഹാലൈഡ് ആവാൻ ശ്രദ്ധിക്കണം. എങ്കിലാണ് അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവേർഡ് ചെയ്യപ്പെടുക. RO മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ വന്നിട്ട് X എന്ന ഹാലജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, ഈതർ ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡറി ആയാൽ ഈൽഡ് കുറയും. കാരണം എന്താണ്, അവിടെ സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും ചാൻസ് വരും അവിടെ. ഇനി ടെർഷറി ഹാലൈഡ് ആയാലോ അവിടെ എലിമിനേഷനാണ് ചാൻസ് കൂടുതൽ വരിക. അവിടെ ആൽക്കോക്സൈഡ് ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇത് ടെർഷറി ഹാലൈഡ് ആയതുകൊണ്ട് അവിടെ എലിമിനേഷൻ ഫേവേർഡ്. ടെർഷറി ഹാലൈഡ് പ്ലസ് ആൽക്കോക്സൈഡ് എലിമിനേഷൻ. ആൽക്കീനാണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ എ എന്താണ്, ഈതർ അല്ല, ആൽക്കീൻ. ഏതാണ് വരിക, ആൽക്കീൻ. ഒരു ആൽക്കീൻ ഫോം ചെയ്യും, ആൽക്കീൻ. ആ ആൽക്കീൻ ഏതാ വരിക? ഇപ്പോൾ CH3 ബീറ്റ എലിമിനേഷൻ ആണ് നടക്കുക. CH3 CH3 ഈ BR പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു ഡബിൾ ബോണ്ട് വരും. ദെൻ CH2 ദെൻ CH2 ഉണ്ടാവില്ല, CH അല്ലേ, CH സിംഗിൾ ബോണ്ട് CH2 CH3. ഒരു ആൽക്കീൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഫോം ചെയ്ത ആൽക്കീൻ. നൗ നെക്സ്റ്റ് റീജൻ്റെ ആരാ? B2H6 ആണ്. ദെൻ H2O2 OH. ഇറ്റ് ഈസ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഫൈനൽ റിസൾട്ട് എന്താണ്? ആൽക്കീൻ ഇൻറ്റു ആൽക്കഹോൾ. ഈ ആൽക്കീൻ ഇൻറ്റു ആൽക്കഹോൾ കൺവേർഷൻ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ അഡീഷൻ ഓഫ് വാട്ടർ ആണ് റിസൾട്ട്. ജസ്റ്റ് നെറ്റ് റിസൾട്ട് എന്താണ്? അഡീഷൻ ഓഫ് വാട്ടർ ആണ്. നെറ്റ് റിസൾട്ട് എന്താണ്? അഡീഷൻ ഓഫ് വാട്ടർ ആണ്. ഇൻ ആൻറ്റി മാർക്കോണിക് ഫോർമാറ്റിൽ വാട്ടർ ആഡ് ചെയ്യായിരിക്കും അതിന് ബെറ്റർ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ ബി എന്താ വരിക? ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ കാണിച്ചാൽ മതി അവിടെ. അപ്പോൾ ഇവിടെ CH3 സിംഗിൾ ബോണ്ട് CH2 CH3 ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എച്ചും OHും. മാർക്കോണിക് ഓഫ് അഡീഷൻ ആണെങ്കിൽ H ഇവിടെയും OH ഇവിടെയും വരും അല്ലേ? ബട്ട് ഇറ്റ് ഈസ് ആൻറ്റി അഡീഷൻ കൊടുക്കണം. സോ ഇറ്റ് ഈസ് ഇവിടെ ആര് വരും? BR വരും. ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ അല്ലേ?
അപ്പോൾ ഇവിടെ എന്ത് വരും? CH ഇവിടെ വരും, അവിടെ എന്ത് വരും? Br വരും. അപ്പോൾ ഏതാ ആൻസർ വരിക? ആൻസർ Br അല്ല, OH അല്ലേ, വാട്ടർ അല്ലേ? OH. അപ്പോൾ ഇവിടെ CH, OH, CH2, CH3. So the answer is option D കൊടുക്കാമല്ലേ? D അല്ലേ ഇത്? CH3 twice, CHOH, CH2. Option D is the answer. Option D ആണ് ആൻസർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടെർഷ്യറി ഹാലൈഡ് ആണ്. ടെർഷ്യറി ഹാലൈഡ് വിത്ത് ആൽക്കോക്സൈഡ് എന്താണ്? എലിമിനേഷൻ ആണ്. ആൽക്കിനാണ് ഫോം ചെയ്യുക. ആൽക്കിൻ വിത്ത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. സോ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷണൽ പ്രോഡക്റ്റ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 11. Coagulation of colloids can be achieved by adding water, adding NaCl, centrifugation and increase in pH value. ഇവിടെ coagulation is achieved by ഒന്ന് adding water. ഇവിടെ വാട്ടറിൻ്റെ അഡീഷൻ കോയാഗുലേറ്റ് ചെയ്യുക, ഡയലൂട്ട് ചെയ്യുക. മീൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണ്. ഇപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കും നമുക്കറിയാം. ഒരു ലയോഫോബിക് ലെസ് സ്റ്റേബിളും ലയോഫിലിക് മോർ സ്റ്റേബിളും ആണ്. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഡ്യൂ ടു ഹൈഡ്രേഷൻ ആൻഡ് മേ നോട്ട് ബി ഡ്യൂ ടു ചാർജ് ആണ്. ഒരു ഡുവൽ സ്റ്റെബിലിറ്റി പറയണമെങ്കിൽ സോൾവേഷൻ ആൻഡ് ചാർജ് എന്ന് പറയാം. ആരുടെ കേസിൽ? ലയോഫിലിക്കിൻ്റെ കേസിൽ. അഡീഷൻ ഓഫ് വാട്ടർ നെവർ കോസസ് കൊയാഗുലേഷൻ. അതേസമയം ഒരു ലയോഫോബിക് സോൾ ആണെങ്കിലോ ലയോഫോബിക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ സോൾവേഷൻ ഇല്ല, ഹൈഡ്രേഷൻ ഇല്ല. അവിടെ ചാർജ് ഓൺലി സ്റ്റെബിലൈസേഷനാ ലയോഫോബിക്കിൽ. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും, ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും എന്ത് ചെയ്യും? കോയാഗുലേഷനിലേക്ക് ലീഡ് ചെയ്യിക്കും. ഓക്കെ, ഇവിടെ കൊളോയിഡ് എന്ന് ജനറലി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ലയോഫിലിക്കോ ഫോബിക്കോ നോർമലി എസ്പെഷ്യലി ലയോഫോബിക് ആണ് ലെസ് സ്റ്റേബിൾ. ലയോഫിലിക്കിനാണെങ്കിലോ അവിടെ സോൾവേഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് എന്താണ് അവരെ കൊയാഗുലേറ്റ് ചെയ്യുന്ന വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്ത്? ലയോഫിലിക്കിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കാൻ. അവരെ നമ്മൾ 2 സ്റ്റെപ്പിലാണ് ചെയ്യുക ലയോഫിലിക്കിനെ. ഒന്ന് ഡീസോൾവേഷൻ ചെയ്യണം. നമുക്കറിയാം ലയോഫിലിക് സോൾസ് ആർ എക്സ്ട്രാ സ്റ്റേബിൾ ഡ്യൂ ടു സോൾവേഷൻ. സോ ഡീസോൾവേഷൻ ഫസ്റ്റ് ചെയ്യണം, followed by addition of electrolyte causes coagulation of lyophilic one. And lyophobico, there is no need of desolvation. Why? There is no solvation. അവിടെ എന്ത് മതി? ചാർജ് ന്യൂട്രലൈസേഷൻ മാത്രം മതി. ഇനി ഇതിൽ coagulation of colloid can be achieved by, അതിനെ നോക്കൂ, adding water, no way. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ ചാർജ് ന്യൂട്രലൈസേഷൻ ഓപ്ഷൻ വരുന്നില്ല. Adding NaCl, yes it is a source of Na plus and Cl minus ion. The ions can cause coagulation, addition of electrolyte. ഇനി centrifugation, yes this can also. മിൽക്ക് നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? ആൻഡ് ഇൻക്രീസ് ഇൻ pH വാല്യൂ ചേഞ്ച് ചെയ്യുക. മീൻസ് അഗെയിൻ അഡീഷൻ ഓഫ് ആസിഡ് ഓർ ബേസ് ലീഡ്സ് ടു കോയാഗുലേഷൻ. ബെസ്റ്റ് എക്സാമ്പിൾ ലാറ്റക്സിൻ്റെ കോയാഗുലേഷൻ ബൈ ആഡിങ് ആസിഡ് ഓർ ബേസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ബൈ ഇൻക്രീസിങ് pH or by changing pH value or by adding NaCl or by centrifugation you can coagulate. ഓപ്ഷൻ ഏത് വരിക? 2, 3 and 4. ഓപ്ഷൻ സി വരും. C 2, 3 and 4. ഓക്കെ, ഇനി ബാക്കി ഏതൊക്കെ മെത്തേഡ് കോയാഗുലേഷൻ ഉള്ളത്? നമ്മുടെ ഇലക്ട്രോഫോറസിസ് ഉണ്ട്. ഇലക്ട്രോഫോറസിസ് ഡിസ്ചാർജിങ് ബൈ യൂസിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നെ അതിൽ പ്രൊലോങ്ഡ് ഡയാലിസിസ്, മ്യൂച്വൽ കൊയാഗുലേഷൻ ഉണ്ട്. ഒരു പോസിറ്റീവ് സോളിലേക്ക് നെഗറ്റീവ് സോൾ ആഡ് ചെയ്യുക. ദെൻ ബൈ ബോയിലിംഗ് ഉണ്ട്, ബൈ ഹീറ്റിംഗ് ഉണ്ട്. ആ ഹീറ്റ് ചെയ്യുമ്പോഴേ ഈ സ്റ്റെബിലിറ്റി ഈസ് ഡ്യൂ ടു ചാർജ് ആണ്, ആൻഡ് ചാർജ് ഈസ് ഡ്യൂ ടു അഡ്സോപ്ഷൻ ആണ്. അഡ്സോപ്ഷൻ ഈസ് എക്സോതെർമിക് ആണ്. അപ്പോൾ ഹീറ്റ് ചെയ്താലോ ചാർജ് ഡിസോർബ് ആവും, ആൾ സെറ്റിലാവും. സ്റ്റെബിലിറ്റി ഈസ് ഡ്യൂ ടു ചാർജ് ഈസ് ഡ്യൂ ടു അഡ്സോപ്ഷൻ ഈസ് എക്സോ. ഹീറ്റ് ചെയ്താൽ എൻഡോ ഡിസോപ്ഷൻ, ഡിസ്ചാർജ്, സെറ്റിലിങ്. കേട്ടല്ലോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. Arrange the following in the increasing order of their reactivity in their reaction with the KCN by SN2 pathway. SN2 മെക്കാനിസം വെച്ചിട്ടുള്ള റിയാക്ഷൻ്റെ ഓർഡർ പറയണം. SN2യുടെ കേസിൽ ഈ SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ SN2 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ആണ്.
ആൻഡ് 2 ആണ് മെക്കാനിസം എങ്കിൽ ഓർഡർ നമുക്കറിയാം പ്രൈമറി മോർ ദാൻ സെക്കൻഡറി മോർ ദാൻ ടെർഷ്യറി ആണ് അല്ലേ. SN1 ആണെങ്കിലോ ടെർഷ്യറി മോർ ദാൻ സെക്കൻഡറി മോർ ദാൻ അല്ലേ. SN1ന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമുക്കറിയാം. SN1 എങ്ങനെയാ? ഇറ്റ് ഈസ് ടെർഷ്യറി മോർ ദാൻ സെക്കൻഡറി മോർ ദാൻ പ്രൈമറി. ബട്ട് അവർ ക്വസ്റ്റ്യൻസ് SN2 പാത്വേ ആണ്. അപ്പോൾ നമുക്കിവിടെ ഹാലൈഡ്സിനെ SN1 പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അസൈൻ ചെയ്യാം. ദിസ് വൺ ഇറ്റ് ഈസ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. This one's 1, 2, 3 tertiary alkyl halide. This one 1, 2 and secondary alkyl halide. This one aryl ആണ്, aryl. അപ്പോൾ ഓർഡർ പറയുകയാണെങ്കിൽ പ്രൈമറി ആരാ? മോസ്റ്റ് റിയാക്റ്റീവ് പ്രൈമറി അല്ലേ. എ മോർ റിയാക്റ്റീവ് ദാൻ, ഓക്കെ ഇൻക്രീസിംഗ് ഓർഡർ അല്ലേ വേണ്ടേ, ആയിക്കോട്ടെ. എ മോർ റിയാക്റ്റീവ് ദാൻ ഡി മോർ റിയാക്റ്റീവ് ദാൻ സി. ഇനി ഒരാൾ ബാക്കിയുണ്ട് ഇവിടെ, ആരാ? ബി ബാക്കിയില്ലേ. ബി അറൈൽ ഹാലൈഡ് അല്ലേ. അറൈൽ ഹാലൈഡിന് എന്തില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറില്ല, അല്ലെങ്കിൽ വെരി 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 ഡിഫിക്കൽട്ടാണ്. ഡ്യൂ ടു 4 റീസൺസ്. ഡ്യൂ ടു റെസൊണൻസ്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ പറയാറില്ലേ നമ്മൾ, ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് അഗൈൻ sp2 കാർബൺ, അട്രാക്ഷൻ സ്ട്രോങ്, ഇൻസ്റ്റബിലിറ്റി ഫിനൈൽ കാറ്റയോൺ ആൻഡ് ഇലക്ട്രോൺ ഡെൻസ്, റിപ്പൽ ന്യൂക്ലിയോഫിൽ ഔട്ട് അല്ലേ. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും എന്താണ്? ബി ലീസ്റ്റ് റിയാക്റ്റീവായി. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറയിൽ ലെസ് ഫേവേർഡ് ആണ്, ആൽക്കൈലാണ് മോർ ഫേവേർഡ്. അപ്പോൾ അറയിൽ ലീസ്റ്റ് കൊടുത്തു, ബി ലീസ്റ്റ് കൊടുക്കാം. പിന്നെയോ പിന്നെ പ്രൈമറി സെക്കൻഡ് ടെർഷ്യറി നോക്കുക, ടെർഷ്യറി ലീസ്റ്റ്, ടെർഷ്യറി അല്ല സി. ഓക്കെ, ദെൻ സെക്കൻഡറി ഡി ആൻഡ് മോസ്റ്റ് റിയാക്റ്റീവ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദ മേജർ ഓർഗാനിക് പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ, അഡീഷൻ ഓഫ് HBr ആൻഡ് ഹീറ്റ് ആണ്. അഡീഷൻ ഓഫ് HBr ആൻഡ് ഹീറ്റ്. ഇപ്പോൾ ഇതേതാ കോമ്പൗണ്ട്? ഇതെന്ത് ഫംഗ്ഷനിലാണ് കാണുന്നത്? യെസ്, ഇറ്റ് ഈസ് ഈതർ ആണ്. ഏതാണ്? ഈതർ. അപ്പോൾ ഈതർ ലിങ്ക് ബ്രേക്ക് ചെയ്യണം. ഇത് ആൽക്കൈൽ ഓ ബോണ്ടാണ്, ഇത് അറൈൽ ഓ ബോണ്ടാണ്. ഏതാ സ്ട്രോങ്? അറൈൽ ഓ ബോണ്ട് സ്ട്രോങ്ങാ. ഇത് റെസൊണൻസ് ഉണ്ടാക്കും, ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും, അത് പൊട്ടിക്കാൻ കഴിയൂല. സോ ഇവിടെ ഏതാ ബ്രേക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോണ്ട് ഇയാൾ വാങ്ങും, O- ആവും, C+ ആവും. പിന്നെ HBr H+ഉം Br-. H+ ഓയിലേക്ക് കൊടുക്കുക, അത് OH ആയിക്കോളും. യെസ്, OH ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനി റിങ്ങിൽ അറ്റാച്ച് ചെയ്ത 1, 2 തേർഡ് കാർബണിലാണ് പ്ലസ് ഉള്ളത്, തേർഡ് വണ്ണിലാണ് പ്ലസ് ഉള്ളത് എന്ന് പറയുമ്പോൾ 1, 2, 3 തേർഡിൽ പ്ലസ് വന്നു, അങ്ങോട്ട് Br- വന്നു. ഇനി ഇപ്പം ഇവിടെ പ്ലസ് വരുന്ന കേസ് റീഅറേഞ്ച്മെന്റ് ചാൻസ് ഉണ്ടോ? അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ചാടിയിട്ട് അതിന് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ ചാടി അങ്ങോട്ട് പോരേണ്ടി വരും അല്ലേ. അത്ര പോസിബിലിറ്റി ഇല്ലല്ലോ. സോ ഈ ഒരു ഇമ്മീഡിയറ്റ് വിസിറ്റ് ഇവിടെയോ സ്റ്റെബിലൈസേഷൻ കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി കൺഫേം ചെയ്തോളാം. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. പിന്നെ ഓപ്ഷൻ സിയും ഡിയും ഒക്കെ ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. സോ എനിവേ ഓപ്ഷൻ ബി ആണ് ആൻസർ കൊടുക്കുക കേട്ടോ. ഈ കാബിളിലാണ് എന്തൊരു പ്ലസ് വരിക, അതിന് ഇങ്ങോട്ട് മാറിയാൽ ഇത് സെക്കൻഡറി കാറ്റയോണാ, ഇങ്ങോട്ട് മാറിയാലോ അത് പ്രൈമറിയാണ്, ഇങ്ങോട്ട് മാറിയാലോ അത് സെക്കൻഡറി തന്നെയാണ്. പ്രത്യേകിച്ച് റിലേറ്റീവ് സ്റ്റെബിലൈസേഷനിൽ മാറ്റമൊന്നുമില്ല. സോ സിമ്പിളി എന്ത് ചെയ്യുക, അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് ബി ആർ അറ്റ് സെയിം പൊസിഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. Amine, then KNO2 and HCl. KNO2 ആണ്, NO2 and HCl. Then copper and 25 degree, HBr and peroxide. ഇവിടെ CH3 NH2 ഇറ്റ്സ് എ പ്രൈമറി അമീൻ. ടെർഷറി കാർബണിലാണെങ്കിലും എന്താണ്, ആള് പ്രൈമറി അമീനാണ്. പ്രൈമറി അമീൻ വിത്ത് NaNO2 and HCl. NaNO2 ഇവിടെ KNO2 ആണ്. KNO2 and HCl നൈട്രസ് ആസിഡ് ആണോ? ഇറ്റ് ഈസ് കോൾഡ് നൈട്രസ് ആസിഡ് അല്ലേ, HNO2 അല്ലേ.
nitrous acid. So with the alkyl primary amine ആണെങ്കിൽ alkyl primary alkyl amine with nitrous acid form alcohol. പഠിച്ചതല്ലേ? It is alcohol. ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുക. പ്രൈമറി ആൽക്കൈൽ അമീൻ ആണെങ്കിൽ വിത്ത് നൈട്രസ് ആസിഡ് ഇറ്റ് ഫോംസ് ആൽക്കഹോൾ. ഓക്കെ. എന്നാൽ അത് അറൈൽ അമീൻ ആണെങ്കിലോ അത് ഡയസോണിയം സാൾട്ട് ആവും. അറൈൽ അമീൻ ആണെങ്കിൽ അത് ഡയസോണിയം സാൾട്ട് ആവും. ആൽക്കൈൽ അമീൻ ആണെങ്കിലോ അത് ആൽക്കഹോളായിട്ട് മാറും. ഇനി ഇവിടെ കോപ്പർ കാറ്റലിസ്റ്റ്, ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് അവിടെ ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് വന്നാൽ ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ പറയാറുണ്ട് നമ്മൾ. പ്രൈമറി ആൽക്കഹോൾ ഇൻ ടു ആൽഡിഹൈഡ്, സെക്കൻഡറി ഇൻ ടു കീറ്റോൺ, ബട്ട് ടെർഷ്യറി ദർ ഇസ് നോ ഓക്സിഡേഷൻ ബട്ട് ഇറ്റ് അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ. ഇവിടെ ടെമ്പറേച്ചർ 25 അല്ല, ഇറ്റ് ഈസ് 573 കെൽവിൻ ആണ് ടെമ്പറേച്ചർ കൊടുത്തുള്ള NCERT എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 250 അല്ല 200 ഡിഗ്രി സെൽഷ്യസ് വരണമല്ലേ, 200 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് ടെർഷ്യറി ആകുമ്പോൾ ടെമ്പറേച്ചർ കൊണ്ട് കുറച്ച് കുറയും. സോ ഹിയർ ആൽക്കീൻ ആണ് ഫോം ചെയ്യുക. എലിമിനേഷൻ ഓഫ് വാട്ടർ, ആൽക്കീൻ ഈസ് ഫോംഡ്. ആൽക്കീൻ ആണ് ഫോം ചെയ്യുക ആണല്ലോ. ബ്യൂട്ടീൻ ഈസ് ഫോം, ആൽക്കീൻ ഫോം ചെയ്യും. ഇവിടെ എന്താണ് ഓക്സിഡേഷൻ അല്ല, ഇറ്റ് ഈസ് എലിമിനേഷൻ ടേക്സ് പ്ലേസ്. ആൽക്കീൻ ഈസ് ഫോംഡ്, ആൽക്കീൻ ഫോം ചെയ്യും. ഇനി HBr, ഹൈഡ്രജൻ പെറോക്സൈഡ്, HBr ആൻഡ് അഡീഷൻ ഓഫ് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണ്, പെറോക്സൈഡ്. സോ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ കൊടുക്കാം, ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 അല്ലേ. മാർക്കോണിക് ഓഫ് അഡീഷൻ ആണെങ്കിൽ ഇവിടെ ആര് വരും? ഈ കാർബണിൽ എന്ത് വരും? മാർക്കോണിക് H വരും. ബട്ട് ഹിയർ ഇറ്റ് ഈസ് Br, ഇവിടെ ആര് വരും? H വരും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് വരിക? പ്രോഡക്റ്റ് ഈസ് CH3 twice CH2 Br ഓപ്ഷൻ. C is the answer. ഓപ്ഷൻ C is the answer. അപ്പോൾ ഇവിടെ ഏതൊക്കെ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് പ്രൈമറി അമീനാണ്, ആൾ പ്രൈമറി അമീനാണ്, ആൽക്കൈലാണ്, ആൽക്കൈൽ പ്രൈമറി അമീനാണ്. വിത്ത് നൈട്രസ് ആസിഡ് ഇറ്റ് വിൽ ഫോം ആൽക്കഹോളാ ഫോം ചെയ്യുക. സോ A for ആൽക്കഹോൾ ആണ്. ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് ഇവിടെ ടെർഷ്യറി ആൽക്കഹോളാ ഫോം ചെയ്യുക. പ്രൈമറി ആൽക്കഹോൾ വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് വിൽ ഫോം ആൽഡിഹൈഡ്, സെക്കൻഡറി വിൽ ഗിവ് കീറ്റോൺ, ബട്ട് ടെർഷ്യറി ആണെങ്കിലോ ആൽക്കീൻ ഈസ് ദി പ്രോഡക്റ്റ്, ആൽക്കീൻ ആണ് പ്രോഡക്റ്റ് വരിക. ദെൻ അഡീഷൻ ഓഫ് HBr അത് പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ. ക്ലിയർ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 15. The adsorption of dye from a solution on charcoal is given by Freundlich adsorption isotherm in which K is equal to 6.8. If 10 gram of charcoal be shaken with a 0.1 molar solution of the dye, equilibrium concentration solution will be. ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മൾ മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻ ഇറ്റ് ഈസ് 0.1 മോളാർ സൊല്യൂഷൻ ആണ്. അതിനകത്തോട്ട് 10 gram charcoal is adding 10 gram charcoal is added, shaken with 0.1 molar solution of the dye, where K is 6.8. Where anything data is given. Okay, and equilibrium concentration of a solution will be. For നമ്മുടെ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു ഒരു ഡാറ്റ കൂടെ ഉണ്ടായിരുന്നു, ടൈപ്പ് ചെയ്ത് മിസ്സായിട്ടുണ്ട്. 1/n ആൾസോ 2 എന്നും കൂടെ ക്വസ്റ്റ്യനിൽ ഉണ്ട് അല്ലേ. ഇൻ വിച്ച് ഇവിടെ ഒരു ഡാറ്റ മിസ്സിംഗ് ഉണ്ട്. 1/n is equal to 2 and K is equal to 6.8. 1/n is equal to 2 and K is equal to 6.8. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ 1/n is equal to 2 and K is equal to 6.8. Initial concentration is equal to 0.1 molar and 10 gram charcoal is added. Then concentration of dye is in millimoles per cc. Concentration of dye ഏതിൽ എടുക്കണ്ടേ? millimoles per cc ലാണ് എടുക്കണ്ടേ. The amount adsorbed in millimoles per gram-ലാണ് എടുക്കണ്ടേ. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ x/m എന്ന് പറയുമ്പോൾ
എക്സും ഗ്രാമിലാണ് എമ്മും ഗ്രാമിലാണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷെ ഡൈയുടെ ഫോർമുലയോ ഡൈയുടെ മാസോ തന്നിട്ടില്ല. അതുകൊണ്ട് അത് തരാതെ തന്നെ നമ്മോട് പറഞ്ഞത് അസംഷൻ മാറ്റാനാണ്. എക്സിന് നമ്മൾ എന്തിലെടുക്കണം? എക്സിന് മില്ലി മോളിലെടുക്കണം, മില്ലി മോള്. എമ്മിന് ഗ്രാമുകൾ എടുത്തോളുക. അപ്പോൾ എന്തായി? മില്ലി മോൾസ് പെർ ഗ്രാം ആയിക്കോളും. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിക്കണം, നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഗ്രാം ബൈ ഗ്രാം എടുക്കുക, മാസ് ബൈ മാസ് എടുക്കുക. മാസ് ഓഫ് ദ ഗ്യാസ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് അഡ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് അഡ്സോർബൻ്റ് ആണ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് ഇവിടെ എന്താണ്? ഡെഫിനിഷൻ റൈറ്റഡ് ആണ്. ഇറ്റ് ഈസ് സിംപ്ലി റീഡിഫൈൻഡ് ആസ് മില്ലി മോൾസ് പെർ ഗ്രാം. മില്ലി മോൾസ് പെർ ഗ്രാം ആയിട്ട് റീഡിഫൈൻഡ് ആണ് അവിടെ. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ മില്ലി മോൾ ഓഫ് സൊല്യൂട്ട് പെർ ഗ്രാം ഓഫ് അഡ്സോർബൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആണ്. ഓക്കെ, നോക്കാം. ഇവിടെ നമ്മൾ 10 ഗ്രാം ചാർക്കോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ നിന്ന് ചാർക്കോൾ എന്ത് ചെയ്യും? ഡൈനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ ചാർക്കോൾ ഇരിക്കുന്ന സമയത്ത് ആ ഡൈയുടെ സൊല്യൂഷനും ചാർക്കോളിൽ അഡ്സോർബ് ചെയ്യപ്പെട്ട ഡൈയും തമ്മിൽ എന്താണ്? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു ഡൈ, അതിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്തു. ചാർക്കോൾ അഡ്സോർബ്സ് ഡൈസ് ഫ്രം ദ സൊല്യൂഷൻ. നൗ ഇപ്പോൾ 2 ഡൈ ഉണ്ട് അവിടെ, ഒന്ന് അഡ്സോർബ്ഡ് ഡൈയും ഒന്ന് അൺഅഡ്സോർബ്ഡ് ഡൈയും. There is an equilibrium established between unadsorbed dye in the solution and adsorbed dye on the surface of charcoal. So equilibrium concentration means എന്താണ്? അൺഅഡ്സോർബ്ഡ് ഡൈ ഇപ്പോൾ സൊല്യൂഷനിൽ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പറയാം, ഹിയർ എക്സ് മില്ലി മോൾസ് അഡ്സോർബ്ഡ് ഓൺ 10 ഗ്രാം ചാർക്കോൾ എന്ന് വിചാരിക്കുക. 0.1 മോളാർ സൊല്യൂഷനിൽ നിന്ന് എക്സ് മില്ലിമോൾസ് എന്താണ്? 10 ഗ്രാം ചാർക്കോളിലായിട്ട് അഡ്സോർബ് ചെയ്യപ്പെട്ട് എന്ന് അസ്യൂം ചെയ്യുക. ഈ 0.1 മോളാർ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 0.1 മോൾ മില്ലിമോള് പെർ സി സി ആണോ പറഞ്ഞ യൂണിറ്റ്? സി സി സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ എം എല്ലിലാണ് പറയേണ്ടത്, എം എൽ എൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ മില്ലി മോൾ പെർ ലിറ്റർ എന്നതിന് നമുക്ക് എന്ത് പറയാം? 0.1 ഇൻറ്റു 1000 മില്ലി മോള് ബൈ 1000 ml. ശരിയല്ലേ? എന്നാൽ സി സി. അപ്പോൾ 1000 ക്യാൻസലായി. ഇറ്റ്സ് 0.1 മില്ലി മോൾ പെർ ml അല്ലെങ്കിൽ സി സി എന്ന് പറയാം. സി സി മീൻസ് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതാണ് എന്ത്? ഒരു ml എന്ന് പറഞ്ഞാൽ. 0.1 മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 മില്ലി മോൾ പെർ സി സി ആണ്. ഒരു ml പെർ ml എന്താണ്? 0.1 മില്ലി മോള് സി സി ആണ് എന്ത്? കോൺസെൻട്രേഷൻ ഉള്ളത്. അതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ചാർക്കോൾ ആഡ് ചെയ്യുന്നത്. ആ ചാർക്കോളിൽ അവിടെ അഡ്സോർബ് ചെയ്യപ്പെടുന്ന എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മില്ലിമോൾസ് ആണ് അഡ്സോർബ് ചെയ്യപ്പെടുന്നത് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യൽ ഉള്ള എത്രയാ? 0.1 മില്ലിമോൾ. അഡ്സോർബ് എത്രയാ? എക്സ് മില്ലിമോൾ. സോ റിമെയിൻ ഇൻ ദ സൊല്യൂഷൻ എന്തായിരിക്കും? ഡൈ റിമെയിൻസ് ഇൻ സൊല്യൂഷൻ എന്തായിരിക്കും? റിമെയിൻസ് എന്ന് പറഞ്ഞാൽ 0.1 മില്ലി മോളിൽ നിന്ന് മൈനസ് എക്സ് മില്ലി മോള് പെർ സി സി. ഇതാണ് ന്യൂ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.1 മൈനസ് എക്സ് മില്ലി മോൾ ബൈ പെർ സി സി. ഇതായിരിക്കും എന്ത്? ന്യൂ മൊളാരിറ്റി. അല്ലെങ്കിൽ ഇതാ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അതല്ലെങ്കിൽ അൺഅഡ്സോർബ്ഡ് ഡൈയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ എക്സ് കിട്ടിയിട്ടില്ലല്ലോ, എക്സ് കണ്ടുപിടിക്കണം. വി നോ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 0:1/n. എക്സ് ബൈ എമ്മിൽ എക്സ് മില്ലിമോൾ പെർ സി സി എക്സ് തന്നെ ബൈ എം എന്താണ്? 10 ഗ്രാം ഇസ് ഈക്വൽ ടു കെ എത്രയാ? 6.8 ആണ്. ഇൻറ്റു സി എന്താ? വാട്ട് ഇസ് സി? ഇറ്റ് ഇസ് 0.1 മൈനസ് എക്സ്. 0.1 മൈനസ് എക്സ്. അതിൻ്റെ 1/n വാല്യൂ എത്രയാ? ഇറ്റ് ഈസ് 2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. ഓൺ സോൾവിങ് ദിസ് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. ഇത് സോൾവ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ചെയ്യേണ്ടല്ലോ, ടെക്നിക്ക് കിട്ടിയല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0.07 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.1 മൈനസ് 0.07 ആയിരിക്കും. ഇസ് ഈക്വൽ ടു 0.03 മില്ലി മോൾ പെർ സി സി. ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ.
ക്ലിയർ ആണോ? കുറച്ചൊരു ലെവൽ ഡിഫറെൻ്റ് ലെവലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഒരു അഡ്സോപ്ഷൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ആവശ്യം വന്നു ഇവിടെ. അഥവാ മൊളാലിറ്റിയെ റീഡിഫൈൻ ചെയ്തു, മില്ലിമോൾസ് പെർ സി സി ഡിഫൈൻ ചെയ്യേണ്ടി വന്നു. എക്സിനെ റീഡിഫൈൻ ചെയ്തു, ഇറ്റ് ഈസ് ഗ്രാം പെർ, സാധാരണ ഗ്രാമാണ് എടുക്കാറുള്ളത്, നമ്മൾ എന്ത് ചെയ്തു അത് മില്ലിമോൾ പെർ സി സി ആയിട്ട് തന്നെ എക്സിനും അസ്യൂം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. A reddish brown salt is obtained by adding small quantity of ferric chloride solution to freshly prepared and well washed ferric hydroxide precipitate. The fixed layer and mobile layer are represented as. ഇവിടെ നോക്കൂ, ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിലേക്ക് എന്താണ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. സോ ഫെറിക് ഹൈഡ്രോക്സൈഡിലേക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ്, നല്ല വാഷ് പ്രസിപ്പിറ്റേറ്റ് ആണ്, അതിലേക്ക് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ഫെറിക് ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണ്, ആഡ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? the particles of precipitate, അല്ലേ, ഫെറിക് ഹൈഡ്രോക്സൈഡ് will adsorb Fe3+ and since it is excess, that ions form the fixed charge layer and around which counter ions are there, Cl minus. കാരണം അത് ഓൾറെഡി അവിടെ ഓവറോൾ ആ ചാർജ് സൊല്യൂഷൻ എന്താണ് ന്യൂട്രൽ ആയിരിക്കുമല്ലോ. ഓവറോൾ ആ സൊല്യൂഷൻ എന്താണ് ന്യൂട്രലാ. കാരണം ഫെറിക് ഹൈഡ്രോക്സൈഡ് നെറ്റ് ചാർജ് എത്രയാ? 0. FeCl3 നെറ്റ് ചാർജ് എത്രയാ? 0. ടുഗദർ 0 ആണ്. അവിടെ ഒരു Fe3+ ഉണ്ടെങ്കിൽ കൂടെ ആരുണ്ടാവും? കൗണ്ടർ അയോൺസ് ആയിട്ട് 3 ആളുണ്ടാവും അവിടെ. നോർമൽ. സോ ഫെറിക് ഹൈഡ്രോക്സൈഡ് will adsorb Fe3+ and around which as counter ion 3Cl minus. So this one fixed layer and this one diffused layer of counter ion, the mobile layer, the diffused layer എന്നൊക്കെ വിളിക്കാം നമുക്ക്. So ferric hydroxide Fe3+ ferric hydroxide will adsorb Fe3+ from the added electrolyte around which the counter ions are there in order to maintain the charge neutrality. അപ്പോൾ ടോട്ടൽ അവിടെ എന്താണ് ചാർജ് ന്യൂട്രലൈസർ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു ലെയർ എന്താണ് ഫിക്സ്ഡ് അയോൺസിന്റെ ചാർജസ് ആണ്, അറൗണ്ട് വിച്ച് എന്താണ് കൗണ്ടർ അയോൺസ് ആണ്. ഇത് രണ്ടും സെപ്പറേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ. അവിടെ നിന്ന് വിളിക്കാം സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ചാർജ് ലെയർ ആൻഡ് ഡിഫ്യൂസ്ഡ് മൊബൈൽ ലെയർ ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ, ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഒക്കെ എന്ന് വിളിക്കാം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, പറയാം നമുക്ക് വേണമെങ്കിൽ. ഇനി ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ NCERT എക്സാംസ് കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഫിക്സഡ് ചാർജ് ലെയറിന്റെ കാര്യത്തിൽ ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് NCERT അല്ലേ. ഇപ്പൊ സിൽവർ നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. സിൽവർ അയോഡൈഡ് ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഇറ്റ് ക്യാൻ അഡ്സോർബ് Ag+ or it can adsorb I can adsorb I-. ഇതിന് കണ്ടീഷൻ എന്താണ്? സിൽവർ നൈട്രേറ്റ് ആണ് എക്സസ് എങ്കിൽ ദിസ് വിൽ ഹാപ്പൻഡ്. പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ആയാലോ ദിസ് വിൽ ഹാപ്പൻഡ്. ഇതേപോലെ NCERT മറ്റൊരു എക്സാമ്പിൾ ആണ് ഫെറിക് ക്ലോറൈഡ് പ്ലസ് NaOH. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് എന്താ പറയുക FeOH ത്രൈസ് അഡ്സോർബ് OH-. മറ്റൊരു റൈറ്റിംഗ് ആണ് ഈ അയണിന്റെ ഹൈഡ്രോക്സൈഡ് ഇല്ലേ, ഹൈഡ്രോക്സിന്റെ മറ്റൊരു റൈറ്റിംഗ് ആണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് Fe2O3.XH2O ബാർ Fe3+. ഈ രീതിയിൽ എഴുതാട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ സീനില്ല അവിടെ, ഇവിടെ കിട്ടിയോ? ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് എന്ന് ഓർത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് NCERT റൈറ്റിംഗ് ഉണ്ടാവുക. ഇവിടെ പലപ്പോഴും ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അത് രണ്ടും കൺഫ്യൂസ്ഡ് ആവണ്ട, രണ്ടും കൂടി ഞങ്ങൾക്ക് എങ്ങനെ മാറൂല എന്നും വിചാരിക്കണ്ട കേട്ടോ. ശരി. അതേപോലെ ഹോട്ട് വാട്ടർ അടയുന്നൊരു കേസ് ഉണ്ട്. ഹോട്ട് വാട്ടർ അവിടെയും എന്ത് ചെയ്യും? FeCl3 ഹൈഡ്രോളൈസ് ചെയ്യപ്പെട്ടിട്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആവും, ഫോളോഡ് ബൈ അൺഹൈഡ്രോളൈസ്ഡ് Fe3+ ഉണ്ടാവും. ആളെന്ത് ചെയ്യും? ഇവിടെ അഡ്സോർബ് ചെയ്താൽ മതി. അൺഹൈഡ്രോളൈസ്ഡ് Fe3+നെ അഡ്സോർബ് ചെയ്യുക. അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് .XH2O
ബാർ സോറി ഇവിടെ OH ആണല്ലേ സോറി ഇവിടെ ഏതാണ് OH മൈനസ് ആണ് OH മൈനസ് ഹിയർ ഇറ്റ് ഈസ് Fe3+. മനസ്സിലായോ? വേറെ മറ്റൊരു എക്സാമ്പിൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കാണുന്നത് എന്താണെന്നറിയോ? SNO2 അതിലേക്ക് കുറച്ച് HCl ഒഴിക്കുക. ഇത് എക്സസ്. അവിടെ എന്താ ഫോം ചെയ്യുക? SnCl4 ഫോം ചെയ്യും പ്ലസ് H2 ഉണ്ടാവും. ഇവിടെ അൺറിയാക്റ്റഡ് SNO2 ഇല്ലേ, റിയാക്ട് ചെയ്യപ്പെടാത്ത പ്രസിപ്പിറ്റേറ്റ് ഓഫ് SNO2 ഇല്ലേ, ഇറ്റ് ക്യാൻ അഡ്സോർബ് SN4+ ഫ്രം ദിസ്. ഇവിടെ നിന്നുള്ള SN4+നെ അഡ്സോർബ് ചെയ്യും. അതുപോലെ മറ്റൊന്നാണ് ഇതിലേക്ക് നമ്മൾ NaOH ആണ് ആഡ് ചെയ്യുന്നത്. NaOH ആഡ് ചെയ്താൽ സോഡിയം സ്റ്റാനേറ്റ് ഫോം ചെയ്യും. Na2SnO4 ഫോം ചെയ്യും. O4 അല്ല O3. സോഡിയം സ്റ്റാനേറ്റ് Na2SnO3 സോഡിയം സ്റ്റാനേറ്റ് ഫോം ചെയ്യും. അവിടെ SNO2 will absorb SNO3 2-. സ്റ്റാനേറ്റിനെ അഡ്സോർബ് ചെയ്യും. ഇതെല്ലാം പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? എല്ലാം പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17. നമ്മളിപ്പോൾ പറഞ്ഞ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ സോൾ is formed in which of the following a positively charged colloidal soul is obtained in which of the following case? ഒന്ന് 100 ml 0.1 molar സിൽവർ നൈട്രേറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റേറ്റീവ് ചെക്ക് ചെയ്താൽ മതി. ആരാണ് എക്സസ് നോക്കിയാൽ മതി. 100 × 0.1 വാല്യൂ പറഞ്ഞോളൂ. 100 × 0.1 it is 10 millimole silver nitrate. 100 × 0.1 again 10 millimole പൊട്ടാസ്യം നൈട്രേറ്റ്. രണ്ടും ഈക്വൽ അല്ലേ? ഇക്വിമോളർ അല്ലേ? ഈക്വൽ മില്ലിമോൾസ് അല്ലേ? അവിടെ എക്സസ് ഒന്നുമില്ല. ജസ്റ്റ് AgI ഫുള്ളി ഫോംഡ്. ദാറ്റ്സ് ഓൾ. അവിടെ എന്തില്ല? സ്പെസിഫിക് ആയിട്ട് ആരും എക്സസ് ഒന്നുമില്ല അവിടെ. ഇനി 100 × 0.1 it is 10, then 50 × 0.1 5. So silver nitrate is excess. So AgI bar Ag+ is formed. ശരിയല്ലേ? ഇനി 50 × 0.1 it is 5, 100 × 0.1 10. സോ ഇയാളാണ് എക്സസ് വരിക. സോ AgI bar I- എന്ന് വരും. ഇനി ലാസ്റ്റ് വൺ 200 × 0.1 it is 20, 100 × 0.2 again 20, nothing excess. So പോസിറ്റീവ് സോൾ എവിടെ വരുന്നത്? പോസിറ്റീവ്. ഓപ്ഷൻ B is the answer. ഓക്കെ. ഇനി ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 17 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ആവാം കേട്ടോ. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം കേട്ടല്ലോ. ദെൻ
ഹായ് ആൾ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റിമൈനിങ് ക്വസ്റ്റ്യൻസിൽ നോക്കാം. Get ready. Now, question number 18. Question number 18. Which of the following statement is incorrect regarding physics option? Incorrect regarding physics option. ഒന്ന്, it occurs because of van der Waals forces. ശരിയല്ലേ? ഇതൊരു കറക്റ്റ് ആൻസർ ആണല്ലേ? It is occurs because physics option അല്ലേ? It is true for physics option. A is correct ആണ്. Then but incorrect ആണ് ചോദിച്ചത് അല്ലേ? ഇൻകറക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് കൊടുക്കാം. ഇനി more easily liquefiable gases are absorbed readily. Second, true for physics option. Easily liquefiable get absorbed quickly or more extend. Ini under high pressure result into multi-molecular layer. Physics option quality on multi-molecular layer formation, and enthalpy of adsorption is slow. It is low and positive. It is always negative on a. Adsorption is exothermic. Adsorption is exo എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് എന്താ പറയുക? ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വേറെ കൂടുതൽ കോമ്പസിറ്റ് ഇല്ലല്ലോ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. Now question number 19. Question number 19. The volume of colloidal particle Vc as compared to the volume of solute particles in a true solution Vs could be. വോള്യം കമ്പാരിസൺ ആണ്. വോള്യം കമ്പയർ ചെയ്യാനാണ്. ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിളുടെ ഡയമെൻഷൻ അറിയോ? കൊളോയിഡൽ പാർട്ടിക്കിൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഡയമെൻഷൻ നമ്മൾ പറയലുള്ളത് പാർട്ടിക്കിൾസ് 1 to 100 നാനോമീറ്റർ ആണ്. 1 to 100 നാനോമീറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് 1 to 100 നാനോമീറ്റർ. നമുക്ക് ചില ബുക്കുകൾ കാണാം 1 to 1000 കാണാം, 1 to 1000 നാനോമീറ്ററും കൊടുത്ത് കാണാം, 1 to 1000 നാനോമീറ്ററും കാണാം. ഓക്കെ, 1 to 100 അല്ലെങ്കിൽ 1 to 1000 ആണ് രണ്ട് റേഞ്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇൻ മോസ്റ്റ് കേസ് 1 to 100 ആണ് നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഈ 1000 വരുന്നവർ ആരെന്ന് ചോദിച്ചാൽ എമൾഷൻസ് ആണ്. 100 to 1000 നാനോമീറ്റർ എമൾഷൻ്റെ റേഞ്ചാണ്. അപ്പോൾ കൊളോയിഡിൽ ഒരു സ്പെഷ്യലി എന്താ പറയുക, സ്പെസിഫിക്കലി ബിഗർ വൺ ആണ് എമൽഷൻസ് എന്ന് പറഞ്ഞാൽ. അവരെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഏത് റേഞ്ചിൽ വരും? 1 to 100 നാനോമീറ്റർ റേഞ്ചിൽ വരും. ഓക്കെ, അതേസമയം എമൽഷനും കൂടെ കൂട്ടണമെങ്കിൽ 1 to 1000 എടുക്കാം. എനിവേ ആൻ ആവറേജ് ഡയമെൻഷൻ നമുക്ക് എന്തെടുക്കാം? 10 നാനോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ലെവൽ 1 to 100 അപ്രോക്സ് ആവറേജ് 10 നാനോമീറ്റർ റേഞ്ച് നമുക്ക് എടുക്കാം. 10 നാനോമീറ്റർ റേഞ്ച്. നമ്മൾ 50 നാനോമീറ്റർ റേഞ്ച് എടുക്കാം അല്ലേ? ഒരു ആവറേജ് 50 എടുക്കാം. 50 നാനോമീറ്റർ റേഞ്ചോ നിങ്ങൾ 10 നാനോമീറ്റർ റേഞ്ചോ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 1 to 100 ഇടയ്ക്കുള്ള നമ്പർ എടുത്താൽ മതി. ഇനി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ലെസ് ദാൻ 1 നാനോമീറ്റർ സാധാരണ സൊല്യൂട്ട് വരിക. ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ് വരിക. അപ്പോൾ നമ്മൾ ഫോർ എൻ അപ്രോക്സിമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 1 to 100 നമ്പർ കൊടുക്കാം. ദെൻ സൊല്യൂട്ട് 1 നാനോമീറ്ററിൻ്റെ താഴെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അപ്രോക്സ് 10 ടൈംസ് ഓർ അപ് ടു 100 ടൈംസ് വരെയാണ് ആരുണ്ടാവുക? സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ ഏറ്റവും ബിഗ്ഗർ സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ 10 to 100 ടൈംസ് അപ് ടു 100 ടൈംസ് വരെ ആരുണ്ടാവാം? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഡയമെൻഷൻ വരാം. എന്നാൽ വോള്യം കമ്പാരിസൺ അല്ലേ? വോള്യം ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ 6 ആണ് സീന്. നമുക്ക് 1 or 100 കൊടുക്കാം, അല്ല 1 to 100 ഇടയ്ക്കുള്ള ഒരു നമ്പർ കൊടുക്കാം. 10 to the power നിയർലി 10 to power 1 സോ സംതിങ് ഇൻറ്റു അല്ലേ, എ നമ്പർ ഇൻറ്റു 10 raised to power അല്ലേ. ഇപ്പോൾ 50 മീൻസ് 5 into 10. നമ്മൾ 10 to power റേഷ്യോ ആണ് അപ്രോക്സ് നോക്കുന്നത്. ഏത് ഓർഡറിലാണ് വരുന്നത് നോക്കിയാൽ മതി. ഏത് ഓർഡറിൽ വരും എന്നറിഞ്ഞാൽ മതി. So 1 to 100 means 10 to power 1, 5 into 10 average value. Okay, of the power range ഏത് വരിക? 10 to 1 റേഞ്ചിലാണ് വരിക, അതിൻ്റെ ക്യൂബ്. നൗ വോള്യൂം ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എന്താ വരിക? സൊല്യൂഷൻ എന്താ വരിക? ഇറ്റ് ഇസ് 4/3 പൈ ആർ ക്യൂബ്. റേഡിയസ് 1 നാനോമീറ്റർ അറൗണ്ട് കൊടുക്കാം, 1 ക്യൂബ് എന്ന് കൊടുക്കാം. സോ വോള്യൂം ഓഫ് കൊളോയിഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു 4/3 പൈ ക്യാൻസൽ ആവും. 10 to the power 3 by 1 it is equal to 10 to power 3 എന്ന് കൊടുക്കാം.
അത് ആക്യുറേറ്റ് വാല്യൂ അല്ല, റേഞ്ച് ആണ്, പവറിൻ്റെ ഓർഡർ ആട്ടോ, പവറിൻ്റെ ഓർഡറാണ്. അപ്രോക്സ് കമ്പാരിസൺ ആണ് 10⁻3. ഇനി 10⁻3 ആണോ, അതും ആവാം. ഇപ്പോൾ 100 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 100 കൊടുക്കും. ഇപ്പോൾ 1 to 100 ഏത് നമ്പറോട് കൊടുക്കാം, ഇപ്പോൾ 1 to 100 ഏതും കൊടുക്കാമല്ലോ. അപ്പോൾ എനിവേ കൊളോയിഡൽ പാർട്ട് ഉണ്ട്, സൊല്യൂട്ടിൻ്റെ പാർട്ടുകൾ 1 നാനോമീറ്റർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, സൊല്യൂട്ടിൻ്റെ പാർട്ടുകൾ 1 നാനോമീറ്റർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ കൊളോയിഡിൻ്റെ സൈസ് ഏത് വരെ ആവാം, 1 to 100 വരെ അല്ലേ. അപ്പോൾ ഇഫ് യു ആർ ടേക്കിംഗ് 10 എടുക്കുകയാണെങ്കിൽ 10⁻3 ടൈംസ് ആവാം. ഇഫ് യു ആർ ടേക്കിംഗ് 100 നാനോമീറ്റർ എടുക്കുകയാണെങ്കിൽ 10⁻6 ടൈംസ് ആവാം. അതിൽ കൂടുതൽ എന്തായാലും ചാൻസ് ഇല്ലല്ലോ. സോ 10 times to 10⁻6 ടൈംസ് വരെ ആവാം. ഇതിലുള്ള മാച്ച് ആവുന്ന ആൻസർ എന്തായാലും ഓപ്ഷൻ ബി തെറ്റാണ്. ബി എന്തായാലും വർക്കാവില്ല, ഇത് ഔട്ടാണ്. പിന്നെ 10⁻23 ടൈംസ് എന്തായാലും ഉണ്ടാവില്ല. അത്രയും സൈസ് ഡിഫറൻസ് വന്നത് കൊളോയിഡ് അല്ല, സസ്പെൻഷനൊക്കെ ആയിപ്പോവും. എബോവ് 1000 നാനോമീറ്റർ വന്നാൽ എന്താണ്, സസ്പെൻഷൻ ആവും, അത് വലിയ വാല്യൂ വരും. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. പിന്നെ രണ്ടും നിയർലി സെയിം അല്ല, കാരണം സൊല്യൂട്ട് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്, ദെൻ കൊളോയിഡ് എബോവ് 1 നാനോമീറ്റർ ആണ് വരിക. അപ്പോൾ മിനിമം 10 ടൈംസ് നിങ്ങൾ സൈസ് കൂടുതൽ വരും, മിനിമം 10 ടൈംസ്, അപ് ടു 100 ടൈംസ് വരെ എന്ത് ചെയ്യുക, 100 or 100 ടൈംസ് നിങ്ങൾ സൈസ് റേഞ്ച് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ 10⁻3 to 10⁻6 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സ് റേഞ്ച് കൊടുക്കാം വോള്യത്തിൽ. ഇപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻ മാച്ച് ആയിട്ടുള്ള 10⁻3 ടൈംസ് ആണ്. അപ്പോൾ സൈസിൻ്റെ അപ്രോക്സ് ടൈംസിൻ്റെ റേഷ്യോ നമ്മൾ നോക്കിയാൽ മതി, ഒരു ആവറേജ് റേഷ്യോ നമ്മൾ നോക്കിയാൽ മതി. നമുക്കിവിടെ കൊടുത്ത ഓപ്ഷൻസും അതുപോലെ തന്നെയാണ്, എന്തല്ല ഷാർപ്പ് വാല്യൂസ് അല്ല, അതുകൊണ്ട് അവിടെ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഓൾമോസ്റ്റ് മാച്ചിങ് സൊല്യൂഷൻ സെലക്ട് ചെയ്താലും മതി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2. മിസെല്ലെ ആർ ഫോംഡ് ബൈ സർഫാക്ടൻ്റ് മോളിക്യൂൾസ് എബോവ് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ സോപ്പ് സർഫാക്ടൻ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് ആക്റ്റീവ് ഏജൻസ് ആണ്. സർഫസ് ആക്റ്റീവ് ഏജൻസ് സോപ്സ് ആവാം, ഡിറ്റർജൻസ് ആവാം, അതുപോലെ തന്നെ ലിപ്പിഡ്സ് എല്ലാം എന്ത് വരാറുണ്ട്, സർഫാക്സൻ്റ് ആയിട്ട് വരാറുണ്ട്, സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്. ഇവിടെ സർഫാക്ടൻ്റെ മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ സോപ്പിൻ്റെ മോളിക്യൂള്, അവർ കൊളോയിഡ് ഫോം ചെയ്യാം, പക്ഷേ ഇറ്റ്സെൽഫ് ദേ ആർ നോട്ട് സൈസ്ഡ് ടു ബിക്കം എ പാർട്ടിക്കിൾ ഓഫ് കൊളോയിഡ്. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഡയമെൻഷൻ അവർക്കില്ല, അത്ര സൈസ് അവർക്ക് കിട്ടുന്നില്ല. വരുന്നുണ്ടോ, ഇല്ല. ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ നമ്മൾ 3 ടൈപ്പ് കൊളോയിഡ്സ് കേട്ടിട്ടില്ലേ, മൾട്ടി, അതുപോലെ തന്നെ മാക്രോ, അതുപോലെ തന്നെ അസോ, അങ്ങനെ 3 റേഞ്ച് നമുക്കറിയാം കൊളോയിഡ്സ്. ഇത് 2 ഫൈൻ പാർട്ടിക്കിൾസ് ആണെങ്കിലാണ്, സിമ്പിൾ ആറ്റംസ് ആണ്ട് സിമ്പിൾ മോളിക്യൂൾസ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, അവർ ദേ റിസൾട്ട്സ് ഇൻ ടു മൾട്ടി മോളിക്കുലർ കൊളോയിഡ് ഫോം ചെയ്യും, മൾട്ടി മോളിക്കുലർ ഫോം ചെയ്യാം. വെരി ബിഗ് ലൈക്ക് പ്രോട്ടീൻ ആൻഡ് പോളിമേഴ്സ് ആണെങ്കിലോ ഒരു മാക്രോയാണ്. ഈ ദംസെൽസ് സൈസർ ടു ഫിറ്റ് വിത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിരിക്കും എന്ത്, മാക്രോ എന്ന് പറഞ്ഞാൽ. മൾട്ടി ആണെങ്കിലോ അത് വെരി ഫൈൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. ദർ 1000, 2000, 3000 നമ്പേഴ്സ് അഗ്രിഗേറ്റഡ് ടുഗെദർ ടു ഫോം 1 കൊളോയിഡൽ പാർട്ടിക്കിൾ. അതാണ് മൾട്ടി മോളിക്കുലർ എന്ന് പറഞ്ഞാൽ. ഇതിന് ഇൻ ബിറ്റ്വീൻ ദീസ് 2 വരുന്നില്ലേ, അതിനിടയ്ക്ക് വരുന്നൊരു സൈസ് ഉണ്ടല്ലോ, 2 ബിഗും അല്ല 2 ഫൈനും അല്ലാത്തൊരു ഇൻ ബിറ്റ്വീൻ സൈസ്, അവരാണ് അസോസിയേറ്റ് കൊളോയിഡിലേക്ക് ലീഡ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്, C17, H35, COO, NA, സോഡിയം സ്റ്റിയറേറ്റ്. ഒരു മോളിക്യൂൾ ഒറ്റക്ക് എന്തായാലും എന്ത് വരില്ല, ഒരു കൊളോയിഡൽ ഡയമെൻഷനിലേക്ക് എത്തില്ല. ഇവിടെ നമുക്കറിയാം 17 + 35 അപ്രോക്സ് 50 ഒരു 50 to 60 നമ്പേഴ്സ് ഉള്ളത് ആറ്റംസ്. 60 ആറ്റംസ് ഒരിക്കലും എന്തില്ല, ഒരു 100 നാനോമീറ്റർ റേഞ്ചിൽ വരുന്നില്ല അല്ലേ. ഒരു 100 നാനോമീറ്റർ വരണമെങ്കിൽ നമ്മൾ അപ്രോക്സ് എന്ത് വരണം, ജസ്റ്റ് അപ്രോക്സ് 10 times or 100 ടൈംസ്, ഇതിൻ്റെ 100 ടൈംസ് ഒക്കെയാണ് എന്തെങ്കിലും ഒരു നാനോമീറ്റർ റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സോപ്പ് മോളിക്യൂൾസിലുള്ള 100 or 200 നമ്പേഴ്സ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്താൽ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഫോം ചെയ്യും അവിടെ. ശരി, അങ്ങനെ ഈ സോപ്പിൻ്റെ പാർട്ടിക്കിൾസ് ഒരു കൊളോയിഡൽ ഡയമെൻഷൻ ആയിട്ട് മാറണമെങ്കിൽ എത്ര സോപ്പ് മോളിക്യൂൾസ് വേണമോ, അതിന് വാട്ട്സ് കോൺസെൻട്രേഷൻ റിക്വയർഡ്, ദ കോൺസെൻട്രേഷൻ ഇസ് കോൾഡ് CMC. പഠിച്ചിട്ടുണ്ടല്ലോ, CMC ക്രിട്ടിക്കൽ മിസലിലെ concentration, the concentration of electrolyte, concentration of surfactant molecule simply required or sufficient, that's required to form micelle called CMC എന്ന് പറയാറുണ്ടല്ലോ. ശരി, ഇനി ക്വസ്റ്റിലേക്ക് മടങ്ങി വരും. Micelle formed surfactant molecules above CMC. So below CMC അതൊരു കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഡയമെൻഷനിലേക്ക് എത്താൻ വേണ്ടത്ര റിക്വയർമെൻറ്റ് പാർട്ടിക്കിൾസ് അവിടെ ഇല്ല.
അവരെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊളോയിഡൽ ഡയമെൻഷൻ എത്തണമെങ്കിൽ ഒരു മിസൈലിൽ ആവണമെങ്കിൽ വേണ്ട മിനിമം റിക്വയർമെൻ്റ് ആണെന്ത് CMC or critical miscellany constant. Below CMC, they cannot form miscellany, they cannot form colloid, they cannot act as colloid. It simply behaves as electrolyte. So, അപ്പോൾ സൊല്യൂഷൻ ആവും ബട്ട് അവിടെ മിസൈലിലെ ആക്ഷൻ ഇല്ല, ക്ലെൻസിങ് ആക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി the conductivity of solution having surfactant molecules decreases sharply at CMC. CMCയിൽ കണ്ടക്ടിവിറ്റി കുറയുന്നുള്ളതാണ്. വൈ? ജസ്റ്റ് ബിലോ CMC റീച്ച് ചെയ്തതിന് മുന്നേ വരെ എന്താ ഒരു പെർഫെക്റ്റ് ഇലക്ട്രോലൈറ്റ് ആണ്. All these ions can conduct, they do not associated. At CMC, the soap anions get associated to become one particle. അപ്പോൾ 100 കണക്കാണ് സോപ്പിൻ്റെ ആനിയോൺസ് ടുഗെദർ ബിക്കം വൺ മിസൈലേ, വൺ പാർട്ടിക്കിൾ. അപ്പോൾ കുറേ നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം പാർട്ടിക്കിൾസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ദർ ഷുഡ് ബി എ ഡിക്രീസ് ഇൻ ദ കണ്ടക്ഷൻ. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ CMC ഓർ മിസൈലേ ഫോം ചെയ്യപ്പെട്ടു, അസോസിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പ്രൂഫാണെന്ത്? കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് എന്തല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, സെക്കൻഡ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും ആയിട്ടില്ല, ആർ കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അവിടെ എന്തല്ല, മിസൈലേ ഫോർമേഷൻ എക്സ്പ്ലനേഷൻ ആയിട്ടില്ല, ബട്ട് ഫോം ചെയ്യപ്പെട്ടു എന്നുള്ളത് എന്തെങ്കിലും പ്രൂഫ് ആയിട്ടുണ്ട് അല്ലേ. സോ കറക്റ്റ് റീസൺ എന്ന് പറയാൻ കഴിയും അല്ലേ. വാട്ട് ഈസ് മിസൈലേ എന്നോ ഹൗ എ മിസൈലേ ഈസ് ഫോംഡ് എന്നോട് കൊടുക്കുന്നില്ല. നമുക്കറിയാം അറ്റ് CMC ദേ ആർ പാക്ഡ് ഇൻ എ സ്പെസിഫിക് പാറ്റേൺ ഓർ ബൈ എന്താ പറയുക, പോളാർ ഹെഡ് പോയിൻറ്റിങ് ഔട്ട്വേർഡ് ആൻഡ് നോൺ പോളാർ ടൈൽ പോയിൻറ്റിങ് ഇൻവാർഡ്, ദെൻ അസോസിയേറ്റ് അറൗണ്ട് ലൈക്ക് ദിസ് ബോൾ ലൈക്ക് ഫോമിറ്റ് നമ്മൾ കുറേ പഠിച്ചിട്ടില്ല നമ്മൾ. സോ വാട്ട് ഈസ് CMC ഓർ ഹൗ എസ് മിസൈലേ ഫോംഡ് അവിടെ കൊടുത്തിട്ടില്ല, ബട്ട് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടു ഫോർമേഷൻ വാട്ട് ഈസ് ഹാപ്പൻഡ്, അവിടെ ദർ ഇസ് എ ഡിക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് പറയാം 1 and 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബട്ട് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അത് അല്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബി കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. For the coagulation of 50 ml of ferric hydroxide salt, 10 ml of 0.5 molar KCl is required. What is the coagulation value of KCl? Coagulation value കണ്ടുപിടിക്കണം. What is coagulation value? Millimoles of electrolyte required to coagulate 1 liter salt in 2 hours. Okay, millimoles of electrolyte required to coagulate 1 liter salt. So coagulation value is equal to millimoles of electrolyte required divided by volume of salt in liter. ഇത്രയുള്ളൂ ചെയ്യാൻ പണി. അപ്പം നമുക്ക് നോക്കാം ഇവിടെ ഫോർ ദ coagulation 50 ml of ferric hydroxide salt, വോളിയം ഓഫ് സോൾട്ട് 50 ml ആണ്. 50 into 10⁻⁻3, അപ്പോൾ ലിറ്ററിലായില്ലേ 10 ml of 0.5 molar KCl റിക്വയർഡ്. 10 ml, അപ്പോൾ KCl ആണ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ മൊളാരിറ്റി എത്രയാ? 0.5 മോളാർ. ശരിക്കും മൊളാലാണ്. മൊളാലിന് നമുക്ക് എന്ത് ചെയ്യാം? നിയർലി ഈക്വൽ ടു മൊളാറായിട്ട് അസ്യൂം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു മാറ്റേ ഉണ്ടാവുള്ളൂ. 0.5 മോളാറായിട്ട് എടുക്കാം. ആൻഡ് വോളിയം ഇസ് ഈക്വൽ ടു 10 ml. സോ നമ്പർ ഓഫ് മില്ലിമോൾ ഇസ് ഈക്വൽ ടു 10 into 0.5, ഇറ്റ് ഈസ് 5 millimole. 5 millimole. So 5 millimole. So millimoles of electrolyte are divided by volume of solid in liter ആണ്. So it is എത്ര വരിക? 5 cancelled, 10 into 2, so it is 10⁻⁻2 multiple. It is 100. The coagulation value is 100. Option C is the answer. Coagulation value, it is 100. Option C is the answer. Now next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following ions will have the minimum coagulation value for salt obtained by adding ferric chloride to slight excess NaOH? Ferric chloride with NaOH അല്ലേ, FeCl3 plus NaOH പ്രൊഡക്റ്റ്. ഇയാൾ എക്സസ് ആണ്. Ferric hydroxide is formed with excess NaOH അല്ലേ, which will adsorb OH minus ions. So a negative salt is obtained. Negative salt. Now to coagulate a negative salt, a positive ions required.
സോ കൊയാഗുലേഷൻ, ഓപ്പോസിറ്റ് ചാർജ് ആഡ് ചെയ്തതാണ് കൊയാഗുലേഷൻ നടക്കുക അല്ലേ. സോ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കാൻ എന്ത് വേണം? പോസിറ്റീവ് അയോൺസ് വേണം, പോസിറ്റീവ് അയോൺസ് വേണം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് പോസിറ്റീവ് അയോൺസ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? വേർ കൊയാഗുലേഷൻ ടേക്സ് പ്ലേസ് എന്ന് പറയാം, ശരിയല്ലേ. അപ്പോൾ വാല്യൂ ഓഫ് സോൾ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ്. ഇവിടെ ആർക്കാണ് മിനിമം കൊയാഗുലേറ്റിംഗ് വാല്യൂ ആണ് ചോദിച്ചത്, മിനിമം വാല്യൂ. ഇവിടെ നമ്മൾ ഹാർഡി ഷൂൾസ് റൂൾ ഓർമ്മ വേണം. ഹാർഡി ഷൂൾസ് റൂൾ, ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദ ചാർജ് greater will be the power. ചാർജ് കൂടിയാലേ കൊയാഗുലേഷൻ പവർ വിൽ ഇൻക്രീസ്. പവർ കൂടുതലാണെങ്കിൽ കൊയാഗുലേഷൻ വാല്യൂ ഡിക്രീസസ്, വാല്യൂ കുറയും. ഈ പവർ ആൻഡ് വാല്യൂ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആണ് അല്ലേ. പവർ മീൻസ് ക്വാളിറ്റിയാണ്, വാല്യൂ ക്വാണ്ടിറ്റിയാണ്. ക്വാളിറ്റി കൂടിയാൽ കുറച്ച് ക്വാണ്ടിറ്റി മതിയും, ക്വാളിറ്റി കുറഞ്ഞാൽ കുറേ ക്വാണ്ടിറ്റി വേണ്ടി വരും. പവർ കൂടുതലാണെങ്കിൽ കുറച്ച് മതി, പവർ ഇല്ലെങ്കിൽ കുറേ വേണ്ടി വരും, ശരിയല്ലേ. ഇപ്പോൾ ഗ്രേറ്റർ ദ ചാർജ് ഗ്രേറ്റർ വിൽ ബി പവർ ആൻഡ് മിനിമം വാല്യൂ. നമുക്ക് വേണ്ടത് അറിയാം പോസിറ്റീവ് അയോൺസിനെ അല്ലേ, ആൻഡ് വേണ്ടത് മിനിമം വാല്യൂ അല്ലേ, മിനിമം വാല്യൂ അല്ലേ. മിനിമം വാല്യൂ ആവണമെങ്കിൽ മാക്സിമം പവർ ആവണ്ടേ. മാക്സിമം പവർ ആവണമെങ്കിലോ ഗ്രേറ്റർ ചാർജ് വേണ്ടേ, ചാർജ് കൂടിയ ആൾ വേണ്ടേ. ചാർജ് കൂടി ഏത് അയോൺ വേണം? പോസിറ്റീവ് അയോൺ വേണ്ടേ. അപ്പോൾ ചാർജ് കൂടിയ പോസിറ്റീവ് അയോൺ ആരാ? ഇറ്റ് ഈസ് യെസ് അലുമിനിയം 3+ അയോൺസ്. അലുമിനിയം 3+ അയോൺസ്. പറഞ്ഞ് മനസ്സിലായോ? ഇവിടെ ഏത് സോളാ ഫോം ചെയ്തു? നെഗറ്റീവ് സോള് ഫോം ചെയ്തു. നെഗറ്റീവ് സോളിന് കൊയാഗുലേറ്റിന് പോസിറ്റീവ് അയോൺ വേണം. പോസിറ്റീവ് അയോൺ വിത്ത് മിനിമം വാല്യൂ മീൻസ് മാക്സിമം പവർ മീൻസ് ഗ്രേറ്റർ ചാർജ് മീൻസ് ഇറ്റ് ഇസ് അലുമിനിയം 3+. ഓപ്ഷൻ ഡി. Now question number 23. Among the following, the correct statement is brown in movement is more pronounced for smaller particles than for bigger particles. ശരിയല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ഇറ്റ് ഈസ് കറക്റ്റ്. എന്ന് പറഞ്ഞാൽ സൈസ് കൂടിയാൽ മൊബിലിറ്റി കുറയും, സൈസ് കുറഞ്ഞാൽ മൊബിലിറ്റി കൂടുകയും ചെയ്യും അല്ലേ. ബ്രൗൺ ഇൻ മൂവ്മെൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സൈസ് ആണ്. ബിഗർ വൺ ലെസ് മൊബൈലും, സ്മോളർ വൺ മോർ മൊബൈലും ആയിരിക്കും. കറക്റ്റ് അല്ലേ? Now source of metal sulfides are lyophilic. മെറ്റൽ സൾഫൈഡും മെറ്റലും ലയോഫോബിക് ആണ് ഫോം ചെയ്യുക, ലയോഫോബിക് ആണ് ഫോം ചെയ്യുക, ലയോഫോബിക്. അൺസ്റ്റേബിൾ, സ്റ്റെബിലൈസ് ചെയ്യാൻ ഇലക്ട്രോലൈറ്റ് വേണം അവിടെ. ഹാർഡി ഷൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ബിഗർ ദ സൈസ് ഓഫ് അയോൺ ദ ഗ്രേറ്റർ ഈസ് ദ കൊയാഗുലേറ്റിംഗ് പവർ. തെറ്റല്ലേ? ബിഗർ സൈസ് അല്ല വേണ്ടത്. ഗ്രേറ്റർ ദ ചാർജ് ഗ്രേറ്റർ വിൽ ബി ദി പവർ അല്ലേ. ഗ്രേറ്റർ ചാർജാണ് വേണ്ടത്, ഗ്രേറ്റർ ചാർജ്. അപ്പോൾ സിയും തെറ്റാണ്. ഇനി വൺ വുഡ് എക്സ്പെക്ട് ചാർക്കോൾ ടു അഡ്സോർബ് ക്ലോറിൻ മോർ ദാൻ ഹൈഡ്രജൻ സൾഫൈഡ്. ചാർക്കോള് ടു അഡ്സോർബ് ക്ലോറിൻ മോർ ദാൻ ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ക്ലോറിൻ ഈസ് നോൺ പോളാർ ആൻഡ് H2S ഈസ് സ്ലൈറ്റ്ലി പോളാർ, സോ മോർ ഈസിലി ലിക്വിഫയബിൾ ആരാ? H2S ഈസ് ഈസിലി ലിക്വിഫയബിൾ ദാൻ ക്ലോറിൻ, സോ ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് മോർ. മനസ്സിലായോ? ഓക്കെ. സോ ഓപ്ഷൻ ഇതും തെറ്റാണ്, സിയും തെറ്റാണ്, ബിയും തെറ്റാണ്. ഓപ്ഷൻ എ ഈസ് ദ വൺ ആൻഡ് ഓൺലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി 24. Bromobenzene react with magnesium in dry ether to give a compound A, which further react with the ethanol to yield bromobenzene. Bromobenzene react with the magnesium and ether ആണ്. സോ നമുക്ക് അവിടെ എന്ത് എക്സ്പെക്ട് ചെയ്യാം? മാഗ്നീഷ്യം ആൻഡ് ഈതർ ഗ്രിഗ്നാർഡ് റിയേജന്റ് അല്ലേ. ആൽക്കൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ്, അറൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ്. Now this magnesium will give a compound A with further react with ethanol. ഇവിടെ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അതിൽ ഈ മെറ്റൽ കാർബൺ ബോണ്ട് ഏത് നിമിഷം ഹൈലി വെരി ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റും. thereby you can generate simply carbon ions, സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അൺസ്റ്റേബിൾ കാർബൺ അയോൺസിന് എന്ത് ചെയ്യാം? പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്യാം. ബൈ ആക്സെപ്റ്റിംഗ് H+, they can become RH ആയിട്ട് മാറും, ഒരു ആൽക്കൈൻ ആയിട്ട് മാറാം. അതിന് H+ ആഡ് ചെയ്താൽ മതി. H+ വേണമെന്നില്ല, ഒരു പോളാർ ബോണ്ടിൽ പോളാർ H ഉണ്ടായാൽ മതി. അപ്പോൾ Hൻ്റെ സപ്ലയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? H2O അമോണിയയോ, അതല്ലെങ്കിൽ സിംപ്ലി HCl, അതല്ലെങ്കിൽ HBr, അതല്ലെങ്കിൽ ആൽക്കഹോളോ, ഒരു പോളാർ ബോണ്ടിൻ്റെ എൻഡിൽ ഒരു H ഉണ്ടായാൽ മതി, പോളാർ H ബോണ്ട് ആയാൽ മതി.
അപ്പോൾ ഹൈഡ്രജൻ്റെ ഏത് സപ്ലയർ എടുത്തും എന്ത് ചെയ്യാം, ഈ ആർ മൈനസുകൾക്ക് എച്ചിനെ വാങ്ങാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഫിനൈൽ മാഗ്നീഷ്യം ബ്രോമൈഡിൽ MgBr when you add ethanol CH3 CH2OH, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എച്ചിന് ഇയാൾക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലേ. ഇത് ഫിനൈൽ കാർബാനിയോൺ എന്ത് ചെയ്യും, ആ എച്ച് അങ്ങോട്ട് ബെൻസീന് ഫോം ചെയ്യും. കൂടെ എന്താ ഉണ്ടാവുക, ബെൻസീൻസ് ഫോമിന് കൂടെ എന്താ ഉണ്ടാവുക, ഈ CH3 CH2O then MgBr അല്ലേ. So it is simply what is benzene. Benzene is option. Option B is the answer, benzene. Ini question number, next question. Next it is a graph between log T half and log A is shown below, where A is the initial concentration of A. For a reaction A gives product, the rate low is. ഇവിടെ ലോഗ് ടി ഹാഫ് വേഴ്സസ് എ ആണ്, മീൻസ് ഇനീഷ്യൽ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഹാഫ് ലൈഫ് ഫോർ nth ഓർഡർ റിയാക്ഷൻ അറിയോ, ഹാഫ് ലൈഫ് ഫോർ എ nth ഓർഡർ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, 2⁻n−1 ബൈ n−1 ഇൻറ്റു കെ ഇൻറ്റു a⁻n−1. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാഫ് ലൈഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/a⁻n−1. If n is equal to 0, half life is directly proportional to a initial amount for 0 order. നമുക്കറിയാലോ, if n is equal to 1, half life independent on a initial amount ഡിപ്പെൻഡ് ചെയ്യാറില്ല. if n is equal to 2, t half inversely proportional to a, 2-1 2 തന്നെ വരിക, അങ്ങനെയുള്ളത്. അപ്പോൾ ഒരു 0 ഓർഡർ ആണെങ്കിൽ ഹാഫ് ലൈഫും ഇനീഷ്യൽ amount ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻ്റ് ആണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഇപ്പോൾ ലോഗ് വേഴ്സസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു എ എന്ന് കൊടുക്കാം അല്ലേ. സെക്കൻഡ് കേസോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0 പ്രൊപ്പോർഷണൽ ടു എസ് മീൻസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് A0 അല്ലേ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ അവിടെ, ഇല്ല. ഇവിടെ നമ്മുടെ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ഓർഡറിലാണെങ്കിലോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/a എന്നാണ്. നമ്മൾ പറഞ്ഞ ഗ്രാഫ് ഏതെന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞ ഗ്രാഫ് ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ ഗ്രാഫാണ്. ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ ഗ്രാഫാണ്. ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ്. ഇപ്പോൾ ഈ ഫസ്റ്റ് കേസില്ലേ, നമ്മൾ ലോഗരിതം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഹിയർ വെൻ യു അപ്ലൈ ലോഗരിതം, ലോഗ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ലോഗ് എ. ഇവിടെ എന്താ വരിക ഗ്രാഫ്, ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ. It's a straight line with a positive slope and a non-zero intercept like this. ഇത് ആരുടെ കേസാണ്, ടി ഹാഫ് ആൻഡ് ലോഗ് എ ഗ്രാഫ്. ഇത് 0 ഓർഡറിൻ്റെ ഗ്രാഫാണ്. ആരുടെ കേസാണ്, n is equal to 0. ഇനി ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ അവിടെ ഈ ലോഗ് ടി ഹാഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എ അല്ലേ, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എ മാറിയാലും ടി ഹാഫ് മാറാൻ പോണില്ല. ദിസ് ഇസ് ദ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. ഇനി ഫോർ സെക്കൻഡ് ഓർഡർ എന്താണ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ലോഗ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലോഗ് സി പ്ലസ് ലോഗ് 1/a എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് എ ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് നമ്മൾ മൈനസ് ലോഗ് എ. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ എന്ത് വരക്കണം, നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നോൺ സീറോ ഇൻ്റർസെപ്റ്റ് ഉണ്ട് ആൻഡ് നെഗറ്റീവ് സ്ലോപ്പ് 1 ആണ് അല്ലേ. നെഗറ്റീവ് സ്ലോപ്പാണ്, ആംഗിൾ 45 ഡിഗ്രി വരണം. അപ്പോൾ ഇവിടെ തന്നുള്ള ഡാറ്റ നോക്കൂ. യെസ്, കറക്റ്റ്. സ്ലോപ്പ് -1 തന്നിട്ടുണ്ട്. സ്ലോപ്പിൻ്റെ വാല്യൂ -1 തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് -1. ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഏതാണ് സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ ഫസ്റ്റ് ഓർഡർ ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ. It is straight line independent of a value. And for zero order, log
t half and log a. Straight line with a positive slope. Slope is 1 again. ശരിയല്ലേ? ഇതാണ് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ ഗ്രാഫ് ഈസ് ഓഫ് സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ. എ സ്ക്വയർ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫായി. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26. Decomposition of ammonium nitrate into nitrogen and water is a first order reaction. Which of the following is correct? ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഫോർ എ ഫസ്റ്റ് ഓർഡർ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മൾ കൈനറ്റിക്സിൽ ഒരുപാട് ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഗ്രാഫും 1 by 1 അനലൈസ് ചെയ്ത് ഓരോന്നിൻ്റെ ആക്സസ് ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. കോൺസെൻട്രേഷൻ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഗ്രാഫ് ഹാഫ് ലൈഫ് വേഴ്സസ് നേരത്തെ ചെയ്ത ഗ്രാഫ് ഏതാണ്? ഹാഫ് ലൈഫ് ടി ഹാഫ് ലോഗ് ടി ഹാഫ് വേഴ്സസ് ലോഗ് എ ചെയ്ത് കഴിഞ്ഞു നമ്മൾ, ഇല്ലേ? ഇപ്പം നമ്മോട് ചോദിച്ചു കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫാണ്. അതിൽ സീറോ ഓർഡർ നമ്മുടെ ബുക്ക് മറിച്ച് കൊണ്ടു. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് സീറോ ഓർഡർ എങ്ങനെയാ, അല്ലേ? ഫോർ സീറോ ഓർഡർ ഇവിടെ സീറോ ഓർഡറിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. R0 or sorry K is equal to R0 minus R by T, or KT is equal to R0 minus R, or R is equal to minus KT plus R0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇവിടെ സ്ലോപ്പ് മൈനസ് കെ ആണ്, ആൻഡ് ഇൻ്റർസെപ്റ്റ് R0 ആണ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ടൈം ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ നേച്ചറാണിത്. അതേസമയം ഫസ്റ്റ് ഓർഡറിൻ്റെ കേസ് ആണെങ്കിലോ ഫസ്റ്റ് ഓർഡർ നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടൂല. കെ ഇസ് ഈക്വൽ ടു 1 by T ലോഗ് 2.303 by T ലോഗ് R0 by R, ഓർ നമ്മൾ എന്ത് പറയും കെ ടി ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു അല്ലെങ്കിൽ 2.303 ഇങ്ങോട്ട് കൊടുക്കുക ബൈ 2.303. ഇനി ലോഗ് R0 by R എന്ന് പറഞ്ഞാൽ ലോഗ് R0 മൈനസ് ലോഗ് R എന്ന് പറഞ്ഞാൽ ലോഗ് R is equal to മൈനസ് കെ ബൈ 2.303 ഇൻറ്റു ടി പ്ലസ് ലോഗ് R0. ഇവിടെ ലോഗ് R വേഴ്സസ് ലോഗ് T is a straight line with a negative slope and intercept log R0 and slope minus K by 2.303. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ലോഗ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ആണ് എന്ത് വരിക? സ്ട്രെയിറ്റ് ലൈൻ വരിക. സീറോ ഓർഡറിലോ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം എന്താണ്? സീറോ ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ലോഗ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ആണ് എന്ത് വരിക? സ്ട്രെയിറ്റ് ലൈൻ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ച ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് ഏതെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഏത് ചാൻസ് ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ ആവണമെങ്കിൽ ലോഗ് വേണം. ഇത് ലോഗല്ല തെറ്റാണ്. അപ്പോൾ എയും ബിയും സിയും തെറ്റാണ്. വൈ? ലോഗ് കോൺസെൻട്രേഷൻ അല്ല. പിന്നെ ഇതുള്ള കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. അതെങ്ങനെയാ? അതിന് ഇപ്പം നമുക്കറിയാം കെ ടി ഇസ് ഈക്വൽ ടു ln R0 by R ആണ്. ln R0 by R. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ln R0 by R. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ കെ ടി ഇസ് ഈക്വൽ ടു ln R0 by R എന്ന് നമ്മൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ റിസ്ക് ആണല്ലേ. ഇറ്റ് ഈസ് സെയിൻഡ് അഗെയിൻ യു നോ ഓർ e raised to kt is equal to R0 by R, or R is equal to R0 into e raised to minus kt എന്നാ വരിക, or R0 into 1 by e raised to kt എന്നാ വരിക. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. R0 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് കൊടുക്കാൻ പറ്റുള്ളൂ. അതും എക്സ്പോണൻഷ്യലാണ് വേരിയേഷൻ വരിക. എക്സ്പോണൻഷ്യലി ഡിക്രീസ് ആണ്. സോ ഫസ്റ്റ് ഹ്യൂജ് ഫാൾ, ദെൻ ദ ഫാൾ ബിക്കം സ്മോൾ, ജസ്റ്റ് ലൈക്ക് ദീസ്. അപ്പോൾ ഇതാണ് എന്ത് വരിക? ഫസ്റ്റ് ഓർഡറിൻ്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരിക.
സ്ട്രെയിറ്റ് ലൈൻ അല്ല, എക്സ്പോണൻ്റ് റിലേഷൻ ആണ് കൊടുക്കേണ്ടി വരിക. മനസ്സിലായോ? ഇനി question number 27. Question number 27. For a particular reaction with the initial concentration of the reactant as A1 and A2, the half-life period are T1 and T2 respectively. The order of the reaction N is given by. Order കണ്ടുപിടിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻ ഓർമ്മയുണ്ടോ? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/A raised to n-1. Half-life time of an nth order reaction is proportional to 1 by initial amount raised to n-1. നമുക്ക് തന്നിട്ടുള്ളത് for a particular reaction with the initial concentration of the reactant as A1 and A2 ആണ് corresponding half-life times T1 and T2. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് എന്താ പറയാം, T1 by T2 രണ്ട് ഹാഫ് ലൈഫുകൾ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, 1 by T1 corresponding A1 raised to n-1, T2 corresponding A2. So A2 by A1 whole raised to n-1 എന്ന് കൊടുക്കാം. ശരിയാണോ? ഓക്കെ. റെസ്പെക്റ്റീവ്ലി ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻസ്, ഇവിടുന്ന് n-1 വാല്യൂ, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ജസ്റ്റ് പുട്ട് ലോഗരിതം ലോഗ് T1 by T2 is equal to n-1 into log A2 by A1. ശരിയായോ? or n-1 is equal to log T1 by T2 divided by log A2 by A1. സിമ്പിൾ അല്ലേ? or n is equal to നമുക്ക് എന്ത് കൊടുക്കാം, 1 plus log T1 by T2 by log A2 by A1. ഓപ്ഷൻ C is the answer. സിമ്പിൾ ഡെറിവേഷൻ അല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇത് മറക്കണ്ട. ഹാഫ് ലൈഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by A raised to n-1. Half-life inversely proportional 1 by A raised to n-1. അതിൽ നിന്നാണ് ഞാനിത് ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇതിന് ശേഷം n കാണാൻ വേണ്ടി ജസ്റ്റ് അപ്ലൈ ലോഗരിതം കൊടുത്തു, അതോടെ n ഡിഫൈൻഡ് ആയി. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. The rate constant of a reaction become equal to the pre-exponential factor when. എപ്പോഴാണ് റേറ്റ് കോൺസ്റ്റന്റും പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറും ഈക്വൽ ആവുക? യു നോ അക്കോർഡിംഗ് ടു Arrhenius equation, what is rate constant? K is equal to A into E raised to minus EA by RT. ഇവിടെ K is equal to A ആവണമെങ്കിൽ മൈനസ് EA by RT എന്താവണം? 0 ആവണം. 0 ആയി കഴിഞ്ഞാൽ K is equal to A into E raised to 0 എന്ന് പറഞ്ഞാൽ A തന്നെ. അപ്പോൾ രണ്ട് ഈക്വൽ ആവല്ലേ വേണ്ടേ? അപ്പോൾ ഇവിടെ EA by RT ഒരു 0 ആവണമെങ്കിൽ R ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൽ റോളൊന്നുമില്ല. EA ഈസ് ദ ആക്ടിവേഷൻ എനർജി. പിന്നെ ആകെ വേരിയബിൾ എന്താണ്? ടെമ്പറേച്ചർ ആണ്. കാരണം EA 0 ആക്കാൻ മാർഗമൊന്നുമില്ലല്ലോ, ദെൻ R 0 ആക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആകെ വേരിയബിൾ ആരാ? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ അപ്രോച്ചസ് ഇൻഫിനിറ്റി. ടെമ്പറേച്ചർ എന്താക്കിയാൽ മതി? ഇൻഫിനിറ്റ് ആക്കിയാൽ മതി. വെൻ ടെമ്പറേച്ചർ ഇസ് ഇൻഫിനിറ്റി, what is 1 by infinity? 1 by infinity is equal to 0. 1 by infinity. The temperature is infinity. Option ഇല്ല. Temperature approaches infinity, then temperature 1 by T 0 ആവും. So K is equal to A or exponential factor or pre-exponential factor ആവില്ലേ? സോറി, frequency factor എന്ന് കൊടുക്കാം. Yes, C. Now question number 29. The rate of the reaction 2N2O5 gives for NO2 and O2 can be written in three ways. Minus d by dt of N2O5 is equal to K into N2O5. D by dt of NO2 is equal to K dash into N2O5. D by dt of O2 is equal to W dash into N2O5. The relationship between K dash and K dash and K double dash R എന്നാണ് ചോദിച്ചത്. For this reaction rate നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? minus 1 by 2 d by dt of N2O5 is equal to 1 by 4 d by dt of NO2 is equal to d by dt of O2. ശരിയല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5 എന്താണ്?
It is K into N2O5 ആണ്. അപ്പോൾ ഈ വാല്യൂസിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് N2O5 എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? K ഇൻറ്റു അല്ലേ 1/2 ഇവിടെ ഉണ്ടോ 1/2 ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2O5 is equal to ഇനി 1/4 into what is d by dt of NO2? It is K dash into concentration of N2O5 is equal to what is d by dt of O2? It is K double dash into N2O5. ഇപ്പോൾ ഇതിലെല്ലാത്തിലും എന്ത് വന്നു? N2O5 വന്നു. അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടി പറ? K by 2 is equal to K dash by 4 is equal to K double dash. അപ്പോൾ what is K double dash? This K by 2. K double dash എന്താണ്? K by 2. What is K dash? ഈ 4 കൊണ്ട് കൊടുക്കുക 4/2 to 2K. K dash is equal to 2K. Option B is the answer. ഇതാ K by 2 is equal to K dash by 4 അല്ലേ? അത് കട്ട് ചെയ്തതിൽ by 2 so 2K K dash is equal to 2K എന്ന് വരും. പിന്നെ K double dash is equal to K by 2 എന്നും കിട്ടും. ഓപ്ഷൻ B is the answer. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. Mechanism of hypothetical reaction x2 plus y2 gives 2xy is given below. The overall order of the reaction will be ഇതിൽ ഏതാണ് ഓവറോൾ ഓർഡർ വരിക എന്നുള്ളതാണ്. ഇവിടെ 1, 2, 3 സ്റ്റെപ്സിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് മൾട്ടി സ്റ്റെപ്പ് പ്രോഗ്രാംസ് എപ്പോഴും സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ്. സോ റേറ്റിൻ്റെ സ്റ്റെപ്പ് ഇതാണ് സ്ലോ സ്റ്റെപ്പ്. For the rate determined step, what is rate? Rate is equal to rate constant K into concentration of X into concentration of Y2 ആണ് വരിക. ഓക്കെ, ഇവിടെ റിയാക്ഷൻ ഇതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ X2, Y2 ആൻഡ് XY ഇവർ മാത്രമാണ് എന്ത്? റിയാലിറ്റി. X2, Y2 ആൻഡ് XY മാത്രമാണ് എന്ത്? റിയാലിറ്റി ഓർ റിയൽ സ്പീഷീസ്. അപ്പോൾ പിന്നെ എക്സ് ആരാ? എക്സ് ഇൻ്റർമീഡിയറ്റാ. എക്സ് ആരാണ്? ഇൻ്റർമീഡിയറ്റാ. അപ്പോൾ ഇൻ്റർമീഡിയറ്റിന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1. ഇൻ്റർമീഡിയറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എങ്ങനെ അറിയോ? ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കുക. ഇതാ ഇവിടെയാണ് ഈ റിയാക്ഷനിലാണ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം അസ്യൂം ചെയ്യുക. X2 X പ്ലസ് X അസ്യൂം ചെയ്യുക. ഫോർവേഡ് rate constant K1, backward K2. At equilibrium, rate of forward equal to rate of backward. ശരിയല്ലേ? So K1 into concentration of X2 is equal to K2 into concentration of X ന്റെ സ്ക്വയർ എന്ന് വരും. Rate of forward equal to rate of backward. K1 into concentration of reactant is equal to K2 into concentration of product. ശരിയല്ലേ? From this, what is concentration of X? അപ്പോൾ K1 K2 കൊടുത്താൽ by K2 then X2 അതിൻ്റെ റൂട്ട് വരും അല്ലേ? ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും പറ? K ഇൻറ്റു K1/K2 റേസ് ടു 1/2 then X2 റേസ് ടു 1/2 ഇൻറ്റു Y2 ഇത്രയല്ലേ വരിക? ഇതെല്ലാം കൂടെ മറ്റൊരു കോൺസ്റ്റൻ്റ് ആവും. K into X2 raised to 1/2 and Y2. So power add ചെയ്യേ. Half plus 1 it is 3/2 അല്ലെങ്കിൽ 1.5. So the order of reaction is 1.5. Option C is the answer. Okay. അപ്പോൾ ഈ ടൈപ്പ് നമ്മളെ ക്വസ്റ്റ്യൻ മെൻറ്ററിലും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അവിടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന് എന്ത് ചെയ്യാൻ നമ്മൾ ആ റേറ്റിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതുക. ഫോർ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് റേറ്റ് എക്സ്പ്രഷൻ ഈസ് ഗിവൺ. അതിൽ ആര് വന്ന്? നമ്മൾ റിയാക്ടൻറ്റും പ്രൊഡക്റ്റും അല്ലാത്ത ഇൻ്റർമീഡിയറ്റ് വന്നു. ആ ഇൻ്റർമീഡിയറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പിന് ഇക്വിലിബ്രിയം അസ്യൂം ചെയ്യുക. അവിടെ 4 ബാക്ക് എന്ത് ചെയ്യുക? 4 ബാക്ക് ഈക്വൽ റേറ്റ് കൊടുക്കുക. അത് വെച്ചിട്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫൈൻ ചെയ്യുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ഫൈനൽ റേറ്റ് ലോ in terms of reactant or in terms of real species. Now question number 31. For the first order reaction, the rate constant K is given by Kt is equal to log C0 minus log Ct, where
C0 is the initial concentration and Ct is the concentration time t. Graph between log Ct and time is. എളുപ്പമല്ലേ ഇത്? ഫ്രം ദിസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ലോഗ് സി ടി ഇസ് ഈക്വൽ ടു നിങ്ങോട്ട് കൊടുത്തു മൈനസ് കെ ടി പ്ലസ് ലോഗ് C0. അപ്പോൾ ഇത് y, ഇത് എം എക്സ് ആൻഡ് സി. എക്സ് ആർ ടി ആ. So log CT versus time. It's a straight line with a negative slope. Straight line with a negative slope. Slope എന്താണ്? Minus k. And intercept log C0. Option B is the answer. Option B is the answer. Clear ആണോ? Option B. Direct question നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി question number 32. Following radioactive disintegration follows first order kinetics. This follows first order kinetics ആണ്. Starting with 1 mole of A and in a 1 liter flask at 300 Kelvin. Pressure set up after 2 half-lives is approximately ഒരു kinetic ഒരു radioactive disintegration തന്നിട്ടുണ്ട്. Decay ആണ് by releasing alpha particles. Starting with 1 mole of A in a 1 liter flask at 300 Kelvin. Pressure setup after 2 half-lives is approximately. ഇവിടെ റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ്. നമുക്ക് നോർമലി അറിയാം റേഡിയോ ആക്റ്റീവ് ഡീക്കേ ടൈപ്പിൽ ഇത് സോളിഡ്, ഇയാളും സോളിഡ്. നോർമലി പ്രഷറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ ചാൻസ് വളരെ റെയറാണ്. ഇവിടെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ട് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് അസ്യൂം ചെയ്യാറുണ്ട്. ഹീലിയം ന്യൂക്ലിയസ് അങ്ങനെയല്ലേ? ആൽഫ മീൻസ് ഹീലിയം ആണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ മാസ് ഡിഫറൻസും നമ്പർ ഡിഫറൻസും എത്രയാ? ഹീലിയം എന്ന് പറഞ്ഞാൽ 2 and 4 ആണ്, ആണോ? അപ്പോൾ ഇവിടെ മാസ് അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 4 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആൽഫ പാർട്ടിക്കിൾ ഫോം ചെയ്തെന്ന് പറയേണ്ടി വരും അല്ലേ? സ്റ്റോഷിയോമെട്രി ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വേണം? 2 ആൽഫ. വൈ? ആൽഫ മീൻസ് എന്താണ്? ഹീലിയം ആണ്. ആൽഫ എന്താണ്? ഹീലിയം ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാം? അവിടെ മാസ് ഡിഫറൻസ് 4 ആണ്. 4 മാസ് ഡിഫറൻസ് 4 മാസ് ഡിഫറൻസ് 8 ആണ്. ഇപ്പോൾ 2 into 4ഉം അറ്റോമിക് നമ്പർ ഡിഫറൻസ് 4ഉമാണ്. അപ്പോൾ 2 ആൽഫ 2 ഹീലിയം ഉണ്ട്. അപ്പോൾ 2 ആൽഫ മീൻസ് എന്താണ്? 2 ഹീലിയം ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് പ്രൊപ്പോർഷണലി. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ റൈറ്റ് ചെയ്യാം. എ ഗീവ്സ് ബി പ്ലസ് 2 ഹീലിയം ഗ്യാസ് ഞാൻ എഴുതും. എ സോളിഡ്, ബി സോളിഡ് ഗീവ്സ് 2 ഹീലിയം ഗ്യാസ് എന്ന് എഴുതും. ഓക്കെ, സ്റ്റോഷിയോമെട്രി 1 മോൾ എ ഉണ്ടെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? 2 മോൾ ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യും. 1 മോൾ എ വിൽ പ്രൊഡ്യൂസ് 2 മോൾ ഹീലിയം. ഇനി ആകെ നമ്മൾ എടുത്ത എത്രയാ? 1 മോൾ എ ആണ് എടുത്തിട്ടുള്ളത്. 2 ഹാഫ് ലൈഫാണ് കഴിയേണ്ടത്. ഫസ്റ്റ് ഹാഫ് ലൈഫിൽ 0.5 മോളായിട്ട് ബാക്കിയാവും. സെക്കൻഡ് ഹാഫിലോ 0.25 മോളാണ് ബാക്കിയാവുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ലൈഫ് ടൈമിൽ ടി ഹാഫ് ടൈമിൽ 0.5 മോൾ എ റിയാക്ട് ചെയ്യും. 1 മോൾ എ റിയാക്ട് ചെയ്താൽ 2 മോൾ ഹീലിയമാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ 0.5 മോളാണ് ആര് റിയാക്ട് ചെയ്യുന്നത്? 0.5 മോളാണ് ആര് റിയാക്ട് ചെയ്യുന്നത്? 0.5 മോളാണ് എ റിയാക്ട് ചെയ്യുന്നത് പ്രൊപ്പോർഷണലി. അതിൻ്റെ ട്വൈസ് 1 2 അല്ലേ? ട്വൈസ് എത്രയാ? 1 മോൾ ഹീലിയം ഉണ്ടാവും. 1 മോൾ ഹീലിയം ഉണ്ടാവും. പിന്നെ 0.5 നിന്ന് 0.25ലേക്ക് എത്ര റിയാക്ട് ചെയ്യുക? 0.25 മോളാണ് റിയാക്ട് ചെയ്യുക. പ്രൊപ്പോർഷണലി ട്വൈസ് 0.5 മോൾ ഹീലിയം ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ എത്ര ഫോം ചെയ്തേ? 1.5 മോളാണ് ഹീലിയം ഫോം ചെയ്യുക. സോ ഫസ്റ്റ് ഹാഫ് ലൈഫിൽ ഹാഫ് മോൾ എ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ ഹീലിയം ഉണ്ടാവും. സെക്കൻഡ് ഹാഫ് ലൈഫിൽ 1/4 ഓഫ് എ റിയാക്ട് ചെയ്യുമ്പോൾ 1/2 മീൻസ് ഹാഫ് മോൾ ഹീലിയം ഉണ്ടാവും. ടോട്ടൽ എത്രയാ? 1.5 മോൾ ഹീലിയം ഉണ്ടായി. ഇനി പറയൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു 1.5, വോളിയം ഇസ് ഈക്വൽ ടു 1 liter, temperature T is equal to 300 Kelvin. Now what is P? It's equal to nRT by V. N എത്രയാ? 1.5. R എത്രയാ? ഏറ്റവും വലിയ 0.0821. ടെമ്പറേച്ചർ എത്രയാ? 300 ഡിവൈഡ് ബൈ വോളിയം 1 liter. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 300 മീൻസ് 3 into 100 അല്ല. അപ്പോൾ 8.2 ആയി. 8.2 into 1.5 it is 8.2 plus 4.1 അപ്പോൾ 12.
3 into 3, 12 into 3, 36, 37 ആണല്ലേ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 37 ATM. 37 ATM is the answer. 37 ATM, that is answer. 37 ATM. Okay. ഇനി 33, question number 33. Graph between B and T for the reaction of the type 1 for the reaction A gives B. Hence, graph between dA by dt and time. The type, time ആണ്, time t. Okay, and time t will be of the type. ഇവിടെ A gives B യുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. So here B means product ആണ്. The product, the concentration of product increases with the time proportionally ആണ്. Concentration of product increases with the time proportionally ആണ്. എങ്കിൽ ഇത് ഏത് ആണ് ഫോളോ ചെയ്യുന്നത്? Hence the graph between dA by dt and time will be of the type എന്നാണ് ചോദിച്ചത്. ഇവിടെ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് ടൈം എന്താണ്? സ്റ്റഡി റേറ്റ് ആണോ? ഇവിടെ സ്ലോപ്പ് ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ടി മീൻസ് സ്ലോപ്പ് 1 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റഡി റേറ്റ് ആണ്, അവിടെ എക്സ്പോണൻഷ്യൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഈസ് നോട്ട് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ ടൈപ്പാണ് ആർക്ക് വരിക? ഫസ്റ്റ് ഓർഡറിന് വരിക അല്ലേ? എക്സ്പോണൻഷ്യലാണ് ഫസ്റ്റ് ഓർഡറിന് വരിക. റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേറ്റ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആണ് സമയത്ത് വിത്ത് പ്രൊസീജർ ദ ടൈം പ്രൊസീഡ് ദ എമൗണ്ട് ഓഫ് റിയാക്ടൻ ഡിക്രീസ് ദർ ബൈ റേറ്റ് ഓൾസോ ഡിക്രീസസ് എന്നൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി റേറ്റ് ആണ്, കോൺസ്റ്റന്റ് റേറ്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ആവുമെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എല്ലാ ലൈനിലും എല്ലാ ഭാഗത്തും എന്താണ്? സ്ലോപ്പ് സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റേറ്റ് ആണ്. കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ concentration എന്ന് പറയേണ്ടി വരും. റേറ്റ് ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ. സോ ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. ഫസ്റ്റ് ഓർഡർ ഗ്രാഫ് എങ്ങനെയാ? നേരത്തെ കണ്ടതാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും, പ്രൊഡക്റ്റ് ആണെങ്കിലോ ജസ്റ്റ് ലൈക്ക് ദിസ് വരും. ഓക്കെ, ഇവിടെ എന്താ ഗ്രാഫ് എങ്ങനെയാ? സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്റ്റഡി സ്ലോപ്പ് എന്ന് പറഞ്ഞാലേ ഡി ബൈ ഡി ടി, ഡി ബി ബൈ ഡി ടി. ഡി ബി ബൈ ഡി ടി എന്താണ്? ഇസ് എ കോൺസ്റ്റന്റ് ആണ്, ഈസ് കോൺസ്റ്റന്റ്. സോ ഡി ആർ ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇവിടെ കിട്ടിയോ? അപ്പോൾ ഈ ഗ്രാഫ് നോക്കൂ. ഹിയർ ഡി ബി ബൈ ഡി ടി അറ്റ് എനി ടൈം എന്താ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി. സൈന് മാറുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. റേറ്റ് ഈസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഓപ്ഷൻ ബി, സീറോ ഓർഡർ. റേറ്റ് ഈസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, സീറോ ഓർഡർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34. The rate law for the reaction between the substance A and B is given by rate is equal to K into A into raised to N into B raised to M അല്ലേ? On doubling the concentration of A and having the concentration of B, the ratio of the new rate to the earlier rate of the reaction will be as. നോക്കൂ, ഇവിടെ റേറ്റ് R1 is equal to K into concentration of A raised to N into B raised to M. Now we are doubling the concentration of A and halving the concentration of B. A double ആക്കുക, B half ആക്കുക. So റേറ്റ് ന്യൂ റേറ്റ് R2 is equal to K into A double ആയില്ലേ 2A raised to N B by 2 raised to M. ഓക്കെ, എന്ന് പറഞ്ഞാൽ K into A raised to N into 2 raised to N B raised to M into 1 by 2 raised to M. ശരിയായോ? വാട്ട് ഈസ് ദിസ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം? R2 by R1 is equal to എന്ത് പറയാം? ദിസും ക്യാൻസൽ ആയില്ലേ? സോ ബാക്കിയുള്ളത് 2 raised to N by 2 raised to M, 2 raised to N minus M, 2 raised to N minus M. So R2 എന്ന് പറഞ്ഞാൽ is equal to 2 raised to N minus M times of R1. 2 raised to N minus M by R1 അല്ലേ? R2 is equal to 2 raised to N minus M times of R1. Option D is the answer. D is the answer.
രണ്ട് റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, ജസ്റ്റ് റേഷ്യോ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ക്യാൻസൽ, പ്രോഗ്രാം തീർന്നു അല്ലേ. ഓപ്ഷൻ ഡി. Now question number 35. Question number 35. A of formula C7H10O react with CH3MCbA to give C8H14O, which gives yellow precipitate on adding I2 and NaOH. Iodine ആണ്, I2 and NaOH. Then the structure of A is. അപ്പോൾ ഇവിടെ ഗ്രിഗ്നാർഡ് ഏജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് എന്ത് കാണിക്കുന്നത്, അയോഡോഫോം ടെസ്റ്റ് കാണിക്കുന്നത്. അയോഡോഫോം ടെസ്റ്റ് കാണിക്കൽ ആരാ, I2 പ്ലസ് ആൽക്കലി അയോഡോഫോം ടെസ്റ്റ് കാണിക്കുന്ന കാറ്റഗറീസ് ഒന്ന് എത്തനോളാണ്, എത്തനോള്, പിന്നെ സെക്കൻഡറി ആൽക്കഹോള്, പിന്നെ അല്ലെങ്കിൽ സിംപിളി പറയാം മീഥൈൽ കീറ്റോ ഉള്ളവര്. അപ്പോൾ ഇവിടേക്ക് മീഥൈൽ കീറ്റോ ഉണ്ടായിട്ട് കാര്യമില്ല, ഇവർ ഗ്രിഗ്നാർഡ് ഏജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റിൽ എന്ത് വേണം, മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട എന്തെങ്കിലുമൊക്കെ വേണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ പറയപ്പെട്ട എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നുള്ളത്. ഇത് ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡിലേക്ക് നമ്മൾ ഗ്രിഗ്നാർഡ് ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പാർട്ട് ബിക്കം OH ആൻഡ് ഇവിടെ ആര് വരും, മീഥൈൽ വരും. യെസ്, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് സെക്കൻഡറി അല്ലേ, സെക്കൻഡറി ആൽക്കഹോൾ ആവും. യെസ്, സെക്കൻഡറി ആൽക്കഹോൾ ക്യാൻ ഷോ അയോഡോഫോം ടെസ്റ്റ് എങ്കിൽ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇതൊരു കീറ്റോൺ അല്ലേ, കീറ്റോൺ വിത്ത് ഗ്രിഗ്നാർഡ് ഏജന്റ് എന്താ വരിക, O become OH ആൻഡ് ദിസ് പാർട്ട് മീഥൈൽ വരും. ഇറ്റ് ബിക്കം ടെർഷറി ആൽക്കഹോൾ. ടെർഷറി ആൽക്കഹോൾ എന്ത് കാണിക്കില്ല, അയോഡോഫോം ടെസ്റ്റ് കാണിക്കില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ബി അല്ല. ഇനി ദിസ് വൺ എ കീറ്റോൺ again gives a tertiary alcohol that do not show iodoform test. This one ether with the Grignard reagent is totally different product ആയിരിക്കും. So here answer is option A. അല്ലേ, aldehyde with the Grignard reagent it forms with the Grignard reagent എന്താ ഫോം ചെയ്യുക, it will form OHCH3, പിന്നെ HL ഉള്ളത് കുഴപ്പമില്ല. സോ ഇറ്റ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോൾ CH3 CHOH ഉള്ള പാർട്ടിന് എന്ത് കാണിക്കാം, അയോഡോഫോം ടെസ്റ്റ് കാണിക്കാം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. എ ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 36. വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിംഗ് ആണ്, ഫിറ്റിംഗ് റിയാക്ഷൻ ഇൻവോൾവ്സ് കണ്ടൻസേഷൻ ഓഫ് ആൽക്കൈൽ പ്ലസ് ആൽക്കൈൽ വുഡ്സ് റിയാക്ഷൻ, അറൈൽ പ്ലസ് അറൈൽ ഫിറ്റിംഗ് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിംഗ് എന്താണ്, one molecule each of aryl halide and alkyl halide. Option B. Easy question. അടുത്തതിലേക്ക് പോവാം. Among the following compounds which can undergo SN1 reaction in aqueous solution. SN1 means through carbocation formation ആണ്, carbocation formation ആണ്. So there should be a stable carbocation to undergo SN1 reaction. Stable carbocation വേണം. അതുകൊണ്ട് ടെർഷറിയോ ചിലപ്പോൾ സംടൈംസ് സെക്കൻഡറിയോ അല്ലേ, അല്ല ടെർഷറി തന്നെയാണ്. ദ മോസ്റ്റ് പ്രിഫേർഡ് കണ്ടീഷൻ എന്താണ്, ടെർഷറി കാർബോകാറ്റോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഈ BR പോയി കഴിഞ്ഞാൽ ഇത് വിനൈൽ കാറ്റയോൺ ആവും, അൺസ്റ്റേബിൾ ആണ്, അത്ര ഒരു കാറ്റോൺ ഫോം ചെയ്യില്ല, അൺസ്റ്റേബിൾ ആണ്. സോ വൺ നെവർ അണ്ടർഗോസ് SN1 റിയാക്ഷൻ. ഇത് ടെർഷറി ഹാലൈഡ് അല്ലേ, അവിടെ പ്ലസ് വരും. യെസ്, ഇറ്റ് ഈസ് ടെർഷറി കാർബോകാറ്റോൺ ഒബ്ടൈൻഡ്, ഇറ്റ് കൻ അണ്ടർഗോ. ഇനി 3 ഇവിടെ പോയി കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഇസ് ബെൻസിലിക് ആണ്, ബെൻസൈലാണ്. യെസ്, ബെൻസിൽ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആണ്, ഇറ്റ് കൻ ആൾസോ അണ്ടർഗോ അഗൈൻ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് ക്യാൻ ഫോം സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ഇവിടെ 4 BR പോയി ഇവിടെ പ്ലസ് വരും, ബട്ട് ബ്രിഡ്ജഡ് അല്ലേ, ബ്രിഡ്ജഡ് കാർബോകാറ്റോൺ എന്തുണ്ടാവില്ല, സ്റ്റെബിലിറ്റി വരില്ല, അൺസ്റ്റേബിൾ ആവും. സോ ഇറ്റ് ഇസ് 2 and 3 ഓൺലി ഓപ്ഷൻ സി. ബ്രിഡ്ജിങ്ങിൽ എന്തില്ല, സ്റ്റെബിലിറ്റി കുറവായിരിക്കും ബ്രിഡ്ജ് ബോണ്ട് വന്നാൽ. Number 38, question number 38. The major product B of the following reaction sequence is major product. Excess of alcoholic KOH. ഇവിടെ നോക്കൂ, ബീറ്റ എലിമിനേഷൻ അറിയില്ല നമുക്ക്. ഇവിടെ ഇതിലും H ഉണ്ട്, ഇതിലും H ഉണ്ട്. എക്സസ് ആൽക്കഹോളിക് KOH അല്ലേ, അപ്പോൾ ഈ BR-ഉം ഈ H-ഉം അപ്പോൾ ആൽക്കീനാവും, ഈ BR ഉം ഈ H-ഉം അപ്പോൾ ആൽക്കൈനാവും, ട്രിപ്പിൾ ബോണ്ട് ആവും. അപ്പോൾ എന്താ ഉണ്ടാവുക, വാട്ട് ഈസ് എ
എന്ന് പറഞ്ഞാൽ ഫിനൈൽ റിങ് ബെൻസിൻ റിങ്ങിൽ സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, അതാണ് എന്ത് എ എന്ന് പറഞ്ഞാൽ. ഇനി H3O പ്ലസ് ആൻഡ് മെർക്കുറസും എച്ച് പ്ലസും ആണ്. ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ ആണ്. ആ എച്ച് പ്ലസ് Hg2 പ്ലസ് ആൻഡ് H2O നമ്മൾ ആൽക്കൈൻസിലുണ്ടാവും അല്ലേ. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. ആൽക്കൈൻസ് നോർമലി റെസിസ്റ്റന്റ് ടുവാർഡ്സ് വാട്ടർ ആണ്. ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് മെർക്കുറിക് സൾഫേറ്റ് ഇറ്റ് റിയാക്ട് വിത്ത് 1 mole ഓഫ് വാട്ടർ. അപ്പോൾ ഇതിലേക്ക് 1 mole വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുമെന്ന് അറിയോ? ജസ്റ്റ് 1 mole വാട്ടർ ഈസ് ആഡഡ്. സി ഡബിൾ ബോണ്ട് സി എച്ചിൽ CH2 ആവും. ഇതിൽ OH വരും. ഇത് ഈനോളാണ് ഫോം ചെയ്യുക. എന്താ ഫോം ചെയ്യുക? ഈനോള്. ഈ ഈനോൾ എന്ത് ചെയ്യും? അസിഡിക് മീഡിയത്തിൽ ടോട്ടോമറൈസസ് ടു കീറ്റോഫോം കീറ്റോൺ ഫോം ചെയ്യും അല്ലേ. ബെൻസോ അല്ലേ. അസറ്റോഫീനോൺ ഈസ് ഫോംഡ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. കീറ്റോൺ ആണ് ഫോം ചെയ്യുക. കീറ്റോൺ. ഓക്കെ, ആൽക്കൈൻ ഫോം ചെയ്തു. ആൽക്കൈൻ ഫോളോഡ് ബൈ ഹൈഡ്രേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 39. ദ കോമ്പൗണ്ട് Z, ദ മേജർ പ്രൊഡക്റ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. ഇവിടെ NaNO2 and HCl, NH2 become N2Cl. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും? N2Cl ആയിട്ട് മാറും. ബാക്കിക്ക് അതുപോലെ മാറ്റമൊന്നുമില്ല. ദെൻ CuBr കൊടുത്താലോ N2Cl become ബ്രോമിൻ ആവും. ബ്രോമിൻ. നൗ നൈട്രേഷൻ കൊടുത്താൽ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന Y എന്ന് പറഞ്ഞാൽ ആരാ? Y എന്ന പ്രൊഡക്റ്റ് എന്താണ്? ബെൻസിൻ റിങ്ങിൽ ഈ പൊസിഷനിലും Br ആണ്. അതിൻ്റെ മെറ്റൈലും Br ആണ്. നൈട്രേഷൻ നടത്തുന്ന നൈട്രേഷൻ ഈ ബ്രോമിൻ ഓർത്തോപാര ആക്ടിവേറ്റിംഗ് ആണ്. ഈ ബ്രോമിനെ സംബന്ധിച്ച് ഇത് രണ്ടും അയാൾക്ക് ഓർത്തോയാണ്, ഇത് അയാളുടെ പാരയാണ്. ഈ ബ്രോമിനെ സംബന്ധിച്ച് ഓർത്തോയും പാരായും. ഇതിലേതാണ് മോസ്റ്റ് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഓർത്തോയാണ്. ഇവിടെ എഴുതിയാലോ ഒന്നിന് ഓർത്തോ ഒന്നിന് പാര. ഇവിടെ എഴുതിയാലോ ഒന്നിന് ഓർത്തോ ഒന്ന് പാര. എന്തായാലും ഇവിടെ വരില്ല, അവിടെ വരില്ല. ഇനി രണ്ടിൻ്റെ ഓർത്തോ വരുമ്പോൾ അവിടെ കൊടുക്കണത് ഒന്ന് ഓർത്തോ ഒന്ന് പാര കൊടുക്കണം. പാര മേജറാണ്. അപ്പോൾ ഓർത്തോയിൽ അവിടെ സ്ട്രെയിൻ വേറെ ഉണ്ടാവും. സോ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഒരാളുടെ ഓർത്തോ മറ്റാളുടെ പാര കൊടുക്കുക. സോ ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഒരു BRന് ഓർത്തോ ഒരു BRന് പാര. അപ്പോൾ അങ്ങനെയെങ്കിലും ഓപ്ഷൻ ഏതാ കൊടുക്കുക എന്നുള്ളത്? ഓപ്ഷൻ ബി വേണ്ട. ഇത് രണ്ടും സെയിം, എയും ബിയും ഒക്കെ സെയിം ആയി പോയോ? അപ്പോൾ ആൻസർ ഇവിടെ ടൈപ്പിങ്ങിൽ എറർ വന്നിട്ടുണ്ട് റീടൈപ്പ് ചെയ്തപ്പോൾ. ആൻസർ കറക്റ്റ് ഏതാണ്? ഇതാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. വരച്ച് കാണിക്കും. കറക്റ്റ് ആൻസർ ഈസ്, നിങ്ങളുടെ ക്വസ്റ്റിൽ കറക്റ്റ് ഉണ്ട്. BR and NO2. This is the correct answer. Okay. Now next question. What is the IUPAC name of the following compound ആണ്? ആളുടെ IUPAC നെയിം അതൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്പർ ചെയ്യുക. ഫിനൈൽ റിങ് 1 2 3 4 5. പെൻറ്റീൻ ആണ്. പെൻറ്റീൻ. 1 ഫിനൈൽ 4 ബ്രോമോ 2 ഫിനൈൽ എവരെയാ? സോറി, ഇവിടെ അല്ലല്ലോ കാർബൺ. ഐം സോറി. നമ്പർ ഒന്നുകൂടെ എഴുതാം. ഇറ്റ് ഈസ് 1 2 3 4 5. യെസ്, ഇറ്റ് ഈസ് 2 ഫിനൈൽ 4 ബ്രോമോ 2 ഫിനൈൽ പെൻഡ് 2 ഈൻ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? 2 ഫിനൈൽ 4 ബ്രോമോ പെൻഡ് 2 ഈൻ ഇസ് ദി ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 41. HClന്റെ അഡീഷൻ ആണ് ടു ദ പ്രൊഡക്റ്റ് ഈസ്. HClന്റെ അഡീഷൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം H+നെ ആഡ് ചെയ്യാം. സോ ജസ്റ്റ് ലൈക്ക് ദിസ്, simply get here carbocation is formed here. H+ is added. Now this carbocation rearranges to benzyl cation. Yes, here it is, plus charge rearranges. Now chlorine added. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ബി വരും ആൻസർ ആയിട്ട്. ബി. സോ carbocation rearrangement is there to more stabilized cationic form. It is secondary into benzylic format. So option B is the answer. Option B.
Now 42. 1 methyl ethylene oxide when treated with excess of HBr give 1 methyl ethylene oxide when treated with excess of HBr. 1 methyl ethylene oxide അല്ലേ? ഇതാണെന്ത്? 1 methyl ethylene oxide. HBrന്റെ അഡീഷൻ അപ്പോൾ H പ്ലസും BR മൈനസും അല്ലേ? HBr ഈ ബോണ്ട് ഷിഫ്റ്റ് ആകും, O മൈനസും ഈ സിയിൽ പ്ലസും വരും. സോ വിൽ ഗെറ്റ് OH ആവും. ഇവിടെ ആര് വരും? BR വന്നു ആണല്ലോ. അപ്പോൾ ഈ കാർബണിലേക്ക് H പ്ലസ് ഇങ്ങോട്ട് വരിക, BR മൈനസ് ഇങ്ങോട്ടും കൊടുക്കുക. ദെൻ OH ആയി. വീണ്ടും HBr കൊടുത്താലോ OH മാറ്റി റീപ്ലേസ് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് BR. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ദി ഫിഗർ somewhat എറർ, അതിലേതോ ഫിഗർ വരച്ച എറർ വന്നിട്ടുണ്ട്. എനിവേ ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1 2 3 അല്ലേ? 1 2 3 1 2 3 കാർബൺ അല്ലേ? 1 ഇറ്റ് ഈസ് 2 3. സോ 1 2 ഡൈബ്രോമോപ്രോപ്പൈൻ 1 2 ഡൈബ്രോമോപ്രോപ്പൈൻ 1 2 ഡൈബ്രോമോപ്രോപ്പൈൻ. ഇനി 43. Consider the following reactions. Which of the above reaction will not produce sets of product? ഇതിലേതാ sets of product അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 1 it is CH3 thrice എന്ന് പറഞ്ഞാൽ CH3 CH3 CH3. Here it is undergoing sets upon beta elimination area. It is beta elimination OH from here and rearranges to produce beta elimination ആണ് ഇവിടെ കാർബോകാറ്റോൺ rearrangement, then elimination, then alkene sets of product form ചെയ്യും. sets of product പിന്നെ അതിലേതാ വരുന്നത്? ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇനി ഈ കേസ് ആണെങ്കിലോ, ഓപ്ഷൻ 2 ആണെങ്കിലോ CH3 twice H CHBr and CH3. Here again beta elimination കൊടുക്കാം. beta elimination to produce alkene. ഇനി തേർഡ് കേസ് നോക്കൂ. ഇറ്റ് ഈസ് സെക്കൻഡറി ആൽക്കൽ ഹാലൈഡ്. CH3 CHBr CH3 സെക്കൻഡറി ആൽക്കൽ ഹാലൈഡ് അല്ലേ? വിത്ത് ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ആണ്. CH3 CH3 O മൈനസ് K പ്ലസ്. ഇവിടെ ഈ ആൽക്കോക്സൈഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാം? എലിമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എലിമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. അത് ടെർഷ്യറി ഹാലൈഡ് ആണെങ്കിൽ മസ്റ്റായിട്ടും എന്താണ് അവിടെ എലിമിനേഷൻ ആണ് ഫേവർ ചെയ്യപ്പെടുക. എലിമിനേഷൻ ഫേവർഡ് ആണ്. ബട്ട് ഇവിടെ സെക്കൻഡറി കേസിൽ ആൽക്കോക്സൈഡ് വന്നതിൽ അവിടെ ഒരു മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഈതർ ഫോം ചെയ്യാം. RX പ്ലസ് RO ഇത് ഫോം ചെയ്യാം. ഈതർ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യാം. അവിടെ സൈഡ്സ് ഓഫ് എലിമിനേഷൻ പ്രോഡക്റ്റിനപ്പുറം എന്ത് ചെയ്യാം? ഇവിടെ സെക്കൻഡറി ഹാലൈഡ് ആയതുകൊണ്ട് ചാൻസ് ഫോർ ഈതർ ഫോർമേഷൻ, ഈതറിന്റെ പ്രിപ്പറേഷൻ ആവും. അപ്പോൾ 3 ഔട്ട് ഇറ്റ് ഈസ് ഈതർ. ബാക്കി രണ്ടും എലിമിനേഷൻ അല്ലേ? ബാക്കി രണ്ടും എലിമിനേഷൻ ആണ്. ബട്ട് തേർഡ് വൺ എന്താണ്? ഈതർ ഫോർമേഷൻ. ഇനി ഇയാളാണെങ്കിലോ CH3 twice CHN plus CH3 thrice O. ഇറ്റ് ഈസ് കോട്ടണറി ആൽക്കൽ അമോണിയം ആണ് അല്ലേ? 3 മീത്തൈൽ CH3 പിന്നെ ഹെവി ആൽക്കൈൽ പാർട്ട് പ്ലസ് OH മൈനസ്. ഇറ്റ് ഈസ് ഹോഫ്മാൻസ് എലിമിനേഷൻ ആണ്. എന്താണ്? ഹോഫ്മാൻ എലിമിനേഷൻ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 1 and 2 yes there is elimination. First case elimination of water, second case elimination of hydrogen halide, third case it is either formation, fourth case it is Hoffman's elimination. So it is 3 and 4 it is not sets of product, it is Hoffman and either formation കൊടുക്കാം നമുക്ക്. ഇനി 44 question number 44. If chloroform is left open in air in presence of sunlight, it gives
you know it is carbonyl chloride ആണ് CO Cl2 phosgene അല്ലേ phosgene is formed phosgene carbonyl chloride and the last one on warming with silver powder chloroform is converted into CHCl3 അല്ലേ plus CHCl3 plus 6Ag അപ്പോൾ 6AgCl ഉണ്ടാവും then CH triple bond CH acetylene is formed acetylene is option A is formed ഓക്കെ ഇത്രയാണ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ നമ്മളുടെ മൊഡ്യൂൾ എക്സാം 2ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു പഠിച്ചു മനസ്സിലായിക്കോളുക നീറ്റ് എക്സാമിന് മുന്നായിട്ട് എന്ത് ചെയ്യുക ഉള്ള ഡൗട്ട്സും കോൺസെപ്റ്റും എല്ലാം ക്ലിയർ ചെയ്തോളുക ഓക്കെ നന്നായിട്ട് പഠിക്കുക നല്ലപോലെ എക്സാം ചെയ്ത് കേട്ടല്ലോ ഓക്കെ ദെൻ ബൈ